العالمين أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم وعلى آله وأصحابه وأتباعه أجمعين أما بعد فأعوذ بكلمات الله التامة بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم دع الأيام تفعل ما تشاء وطب نفسا إذا حكم القضاء ولا تجزع لنازلة الليالي فما لحوادث الدنيا بقاء وكن رجلا على اللهوال جلدا وشيمتك السماحة والوفاء وإن كشرت عيوبك في البرايا وسرك أن يكون لها غطاء تستر بالسخاء فكل عيب يغطيه كما قيل السخاء സമാദരണീയരായ ഈ പരിശുദ്ധ സംഗമത്തിൻ്റെ പ്രാർത്ഥന നിർവഹിച്ച അഭിവന്ദനായ ഹാരിസ് അസ്ഹരി ഉസ്താദ്, സ്വാഗത ഭാഷണം അരുളിയ ഷംസു പി സാഹിബ് അവറുകൾ, അധ്യക്ഷ പദവി അരുളിയിട്ടുള്ള അഭിവന്ദരായ സി എച്ച് അബൂബക്കർ ഹജീക്ക, ഈ പരിശുദ്ധ സംഗമം ഉദ്ഘടിച്ചു സംസാരിച്ച പ്രിയങ്കരനും സ്നേഹിതനും ആത്മസുഹൃത്തുമായ ഹാഫിൽ മുഷ്താഖുർ റഹ്മാൻ ഹുദവി ഉസ്താദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായ സി എച്ച് മൊയ്തു, സി പി യൂസുഫ് സാഹിബ്, കെ എം അബൂബക്കർ, കെ വി ബഷീർ, കശീഖ അടക്കമുള്ള അഭിവന്ദരായ ഉലമാക്കൾ, ഉമറാക്കൾ, മറ്റു പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, SYSSKSSF മീത്തൽ മുതിയങ്ങ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന നമ്മളുടെ മജ്ലിസ് നൂർ വാർഷികത്തിൻ്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന മൂര്യാട് ഉസ്താദിൻ്റെ അനുസ്മരണ സദസ്സിലുമാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെയൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഈമാനോടുകൂടെ തരണം ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരായ നമ്മളിൽ വിട പറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകൾ, അവരുടെയൊക്കെ ഉഹറവിയായ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. 10 മണിയായി. സമീപ പ്രദേശത്തായതുകൊണ്ട് ഇച്ചിരി നേരത്തെ തുടങ്ങുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സമീപ പ്രദേശത്തായതുകൊണ്ടാണ് ഇച്ചിരി വൈകിയതെന്ന് പിന്നെ മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ്
നമുക്ക് 11 മണിക്കേക്ക് നിർത്താം. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, അതിലപ്പുറം പോവാതെ. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാവും. ഇന്നലെ 12 മണിയെങ്ങാനായി എന്നാണ് അറിഞ്ഞത്. ഇന്നിപ്പോൾ അതേപോലെ ആകുക. നാളെ ഇപ്പോൾ സമാപനമല്ലേ. നാളത്തെ പ്രഭാഷണം ബഹുമാന്യരായ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദാണല്ലോ. അതൊക്കെ നമ്മൾ ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന പ്രഭാഷണമാണ്. അപ്പോൾ എല്ലാ ദിവസവും വളരെ വൈകി അവസാനിപ്പിച്ചാൽ നാളത്തെ നിങ്ങളുടെ സുബഹും നമ്മുടെ മക്കളുടെ ക്ലാസ്സും പഠനവും ഒക്കെ ഖറാബാവും. പൊതുവെ നേരത്തെ തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് എത്രയോ നല്ലതാണ്. നമ്മൾ വിളിക്കുമ്പോൾ 7:30 എത്തണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആൾക്കാർ സദസ്സിലുണ്ടാകാത്തൊരു പ്രയാസം ഉണ്ടാവും. മനുഷ്യന്മാരെത്തിച്ചേരണ്ടേ എന്നതുകൊണ്ടാണ് സംഘാടകർ അല്പം വൈകിപ്പിക്കുന്നത്. എന്നാലും അധികം വൈകാതെ അവസാനിപ്പിച്ചാൽ നാളത്തെ സുബഹും തഹജ്ജുദിനൊക്കെ എണീക്കണ സാലിഹ്യങ്ങളായ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അത് പറയാൻ വരുന്ന ആളെക്കാളും നല്ല സാലിഹ്യങ്ങളായ ആളുകൾ സദസ്സിലുണ്ടാവും. സാലിഹത്തായ ഉമ്മമാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ തഹജ്ജുദിനൊക്കെ എണീക്കണ വയസ്സായ പ്രായമായ, രാത്രിയൊക്കെ 5 6 ചിലപ്പോൾ ഗുളികകളൊക്കെ കഴിച്ച് കിടക്കണം പ്രായം ചെന്ന വല്യുമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പം അവരെ ഉറക്കൊക്കെ പോയാൽ അത് വലിയ കുറ്റമാണ്, അത് വലിയ തെറ്റാണ്. ഒരു തഹജ്ജുദ് അവർക്ക് നമ്മളുടെ വഅദ് കൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇത്രയും കാലം ചിലപ്പോൾ ആദത്തായിട്ട് ചെയ്തു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല നമ്മൾക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ 11 മണിയാകുമ്പോഴേക്ക് വൈൻഡപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും. 11:15 അപ്പുറം എന്തായാലും പോകില്ല. 1 മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷയമൊക്കെ ഞാൻ ഇങ്ങ് ചുരുക്കാണ്. വിചാരിച്ചൊന്നും പറയാതെ ഒരു ചെറിയ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് നിർത്താം. പ്രധാനമായും ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ചിലപ്പോൾ ഒന്നുമില്ല, എനിക്കങ്ങനെ തോന്നണാതിരിക്കും അല്ലേ? എൻ്റെ വൈബ്രേഷൻ വരുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? മതി. നമ്മൾ ഇവിടെ ഈ പരിസരത്ത് നമ്മൾ സംഗമിക്കുന്ന നേരം മഹാനായ ഒരു വലിയൻ്റെ ചാരത്ത് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മഹാന്റെ അനുസ്മരണ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന സമയം എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നമ്മളുടെ ഈ മീച്ചൽ മുതിയങ്ങ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഉമ്മത്തിനു വേണ്ടി ഒരുപാട് ഖിദ്മാത്തുകൾ ചെയ്ത മഹാന്മാരിൽപ്പെട്ട ആളായിരിക്കും അവിടെ കിടക്കേണ്ടാവുക. പേര് മാലൂമല്ലെങ്കിൽ പോലും ചില സുഹബത്തുകൾക്ക് പ്രാധാന്യമുണ്ട് എന്നതാണല്ലോ. ചില സുഹബത്തുകൾ, ചില ആളുകളുടെ സാന്നിധ്യം ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സുഹബത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം. നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാവണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ആൾക്കാരുടെ കൂടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആളുകൾ മറവട്ട് കിടക്കുന്ന മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യം ചെയ്ത മഹല്ലത്തിലെ ആൾക്കാരുമാണ്. അപ്പോൾ നിങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ നമ്മുടെ ഇവിടെയല്ലേ മറമാടുന്നത്? ഇപ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആനിൽ ബാറക്കിന ഹൗല, ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം ബറക്കത്താക്കപ്പെട്ടതാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മിഅ്റാജിൻ്റെ യാത്രക്ക് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ ഹറമിനേക്കാളും ബൈത്തുൽ മുഖദ്ദസിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബാറക്കിന ഹൗല, അതിൻ്റെ പരിസരം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം ബർക്കത്ത് ചെയ്യപ്പെട്ടത്? ഒരുപാട് അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും മഖ്ബറകൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരത്തുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആൾക്കാർ ഉള്ള സ്ഥലം, സ്വാലിഹീങ്ങൾ മറവട്ട് കിടക്കുന്ന സ്ഥലം, സാദാത്യങ്ങൾ സംഗമിക്കുന്ന സ്ഥലങ്ങൾ, മറവട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഏറെ പുണ്യം ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങളിനി വരാണ്ട് ഒരു അക്ഷരം പറയില്ല. നിങ്ങളാടെ നിങ്ങളും ഇഷ്ടം കൊണ്ട് മാത്രം ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് പോകില്ലല്ലോ. നിങ്ങൾ പോയി കഴിഞ്ഞാലോ നിങ്ങളായിരുന്നു പറയില്ല. അപ്പോൾ സ്വാലിഹീങ്ങളായ ആൾക്കാർ
മറവട്ട് കിടക്കുന്ന സ്ഥലത്തിനും ബറക്കത്തുണ്ട് എന്നതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയെ മിഅ്റാജിനും വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം, നിങ്ങളുടെ നാടും നിങ്ങളുടെ പള്ളിയും ഒരു ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധരായ ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രധാനിയായ ഒരാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്നതുകൊണ്ട് തന്നെ മീത്തൽ മുദിയങ്ങ എന്ന് പറയുന്ന നമ്മുടെ മഹല്ലിൽ എത്രയോ പരിഭാവനമായ ഇടമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് എന്നോണം നൽകപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയില്ല. അനുഗ്രഹം ലഭിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മഹത്വം ഒരിക്കലും മനസ്സിലാവില്ല. കണ്ണുള്ള ആൾക്കാർക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയും പോലെ ആരിലാണോ ഒരു മഹത്വം, ഒരു അനുഗ്രഹം അള്ളാഹു ചെയ്തു കൊടുക്കുന്നത് അവർക്കതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ അകറ്റും. എപ്പോഴും വിളിക്കുന്ന ആളുകളുടെ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല. എപ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് നമ്മൾ വിളിയാക്കില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. എന്താണ് നമ്മളിലേക്ക് ചെയ്യപ്പെടുന്ന ചില അനുഗ്രഹങ്ങളാണ് അതൊക്കെ. നമ്മളെ ഓർമ്മിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ ചില ആൾക്കാരുണ്ട് എന്നത് അതെപ്പോഴും നമ്മൾ രണ്ടാമത്തെ ഒരു പ്രയോറിറ്റിയിലേ കാണുള്ളൂ. ഒരു പ്രയാസം വന്നാൽ, പ്രതിസന്ധി വന്നാൽ ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു പരിഹാരം തേടുക, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അനുഗ്രഹം ആരിലേക്കാണോ ചെയ്യപ്പെടുന്നത് അവരെപ്പോഴും ആ അനുഗ്രഹം നഷ്ടപ്പെടുന്നത് വരെ അതിൻ്റെ മഹത്വം വേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കില്ല. മാതാപിതാക്കൾ, ബാപ്പയും ഉമ്മയും അല്ലാഹുവിൻ്റെ അപാരമായ നിഅ്മത്താണ്. പ്രായമായ വാപ്പയും ഉമ്മയും ഒരാൾക്കുണ്ടായിരിക്കെ സ്വർഗം നേടാൻ അയാൾക്ക് സാധിച്ചില്ലെങ്കിൽ അയാൾ നശിച്ചു പോവട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രായമായ വാപ്പയും ഉമ്മയും ഒരു മനുഷ്യന്റെ നിഅ്മത്താണ്, അനുഗ്രഹമാണ്. പക്ഷെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബാപ്പയോടും ഉമ്മയോടും ഇറിറ്റേഷൻ തോന്നുന്ന സമയം അവർക്ക് പ്രായം ഉണ്ടാകുമ്പോൾ. വയസ്സായ വാപ്പ നമ്മൾക്കൊരു പ്രയാസമാണ്, പ്രായമായ ഉമ്മ നമ്മൾക്കൊരു ബുദ്ധിമുട്ടാണ്. പാതിരാവിൻ്റെ സമയത്തും ചിലപ്പോൾ പ്രായമായ വാപ്പയും ഉമ്മയൊക്കെ ഉറങ്ങിയെന്ന് വരൂല. അവർ ചിലപ്പോൾ എണീറ്റ് നടക്കും, ചിലപ്പോൾ ലൈറ്റ് ഇടും. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. വയസ്സായ ഉമ്മ, വയസ്സായ വാപ്പ എന്താ ചെയ്യുക, പ്രായമായി പോയില്ലേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്താ ചെയ്യുക, ഉപ്പയായി പോയില്ലേ, എന്താ ചെയ്യുക, ഉമ്മയായി പോയില്ലേ എന്ന് ചിലപ്പം പറഞ്ഞു പോകുന്ന രീതിയിൽ അവർ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷേ സത്യത്തിൽ അവർ അല്ലാഹുവിൻ്റെ ഒരു നിഅ്മത്താണ്. പ്രായമായ വാപ്പയും ഉമ്മയും ഒരാൾക്കുണ്ടായാൽ സ്വർഗം തേടി അയാൾ എങ്ങോട്ടും പോവേണ്ടതില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ഞാൻ ഇന്ന് പറയുന്ന ഒരല്പ വിഷയവും. പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഉള്ളിലേക്ക് കയറിയിരിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ, ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഇസ്രായിലാണ് മസ്ജിദുൽ അഖ്സ. ഫലസ്തീനിൽ ഗസയിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തായിട്ട് ജൂതി പർവ്വത നിലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് യെരുശലേം. അതിൻ്റെ പരിസരത്താണ് ഗസ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പരിസരം മഹാന്മാരുടെ മഖ്ബറകളാൽ ബറക്കത്ത് ചെയ്യപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയും അതേ സൂറത്തിൽ അള്ളാഹുവിൻ്റെ ഒരു അധ്യാപനം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَقَضَى رَبُّكَ അല്ലാഹുവിൻ്റെ തീരുമാനമുണ്ട് അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതേ. ആരാധന അല്ലാഹുവിനോട്. എന്നിട്ട് എന്താ പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണമേ. വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യണം. അല്ലാഹുവിന് ആരാധന വേണം. വബിൽ വാലിദൈനി ഇഹ്സാനൻ, വാപ്പയോടും ഉമ്മയോടും ഗുണം ചെയ്യണം. വാപ്പയോടും ഉമ്മയോടും ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, ഒന്നുകിൽ രണ്ടു പേർക്കും പ്രായം വന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൽ ഒരാൾക്ക് പ്രായം വന്നെന്നിരിക്കട്ടെ.
ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് നിങ്ങൾ ഛേ എന്ന് പറയുന്ന പദം പ്രയോഗിക്കരുതേ. ഇതൊന്നും ഭാഷാർത്ഥാണ്, ഇതൊക്കെ ഭാഷാർത്ഥാണ്. അതിൻ്റെ ഡെപ്തായ മീനിങ്ങിലേക്കുള്ള സൂചന ഞാൻ നിങ്ങൾക്ക് നൽകാം. വലാ തൻഹറുഹുമാ, നിങ്ങൾ അവരെ തടയരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി നിങ്ങൾ അവരോട് അഭിസംബോധനം ചെയ്യുകയും വേണേ എന്ന് പരിശുദ്ധ ഖുർആൻ. വഖ്ഫിർ ലഹുമാ ജനാഹദ്ദുല്ലി, താഴ്മയുടെ ചിറകുകൾ, താഴ്മയുടെ നിന്ദയുടെ ചിറകുകൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ. മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ ബാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ. വഖുൽ, നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ, അല്ലാഹുവേ നീ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യണേ, കരുണ ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറാ, കുഞ്ഞുനാളിൽ അവരെനിക്ക് ഗുണം ചെയ്തതുപോലെ. ഇനി ഇതിൽ ഓരോ ആയത്തും എന്താ പറയാ, വിശാലമായ അർത്ഥങ്ങളിലേക്ക് പോവാൻ പരിശുദ്ധ ഖുർആൻ. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ രീതിയിലല്ലാതെ വാപ്പയോടും ഉമ്മയോടും നിങ്ങൾ സംസാരിക്കരുതേ. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തങ്ങൾ തഫ്സീർ പറയുന്നത്, വലാ യുസമ്മീഹിമാ ബിഅസ്മാഇഹിമാ, വാപ്പയുടെ ഉമ്മയുടെ പേര് നിങ്ങൾ വിളിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഉപ്പാന്റെ പേര് വിളിക്കുന്ന കാലം, വാപ്പയുടെ ഉമ്മയുടെ പേര് വിളിക്കുന്ന കാലം, വാപ്പാനും ഉമ്മാനും പേര് വിളിക്കുക. വലാ തുസമ്മീഹിമാ, അവരുടെ പേരുകൾ നിങ്ങൾ വിളിക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ബഹുമാനപ്പെട്ട അബിൽ ഹദ്ദാജ് തുജീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുല്ലു മാ സകറല്ലാഹു ഫിൽ ഖുർആനി മിൻ ബിർറിൽ വാലിദൈനി ഫഖദ് അറഫ്തു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ലാ ഖൗലു, ഒരു സംഗതി എനിക്ക് മനസ്സിലായിട്ടില്ല. മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാതാപിതാക്കളോട് മാന്യമായിട്ടല്ലാതെ സംസാരിക്കരുതേ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് മാന്യതയില്ലാതെ ഒരാൾ വാപ്പയോടും ഉമ്മയോടും സംസാരിക്കൽ? മാന്യതയില്ലാത്ത സംസാരം ഏതാണ്? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്ന സമയം ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഖൗലുൽ അബ്ദിൽ മുസ്നിബ് ലിസയ്യിദിൽ ഫളി, ഒരു കോപമുള്ള ദേഷ്യമുള്ള രാജാവ്, ക്രൂരനായ രാജാവിന്റെ മുമ്പിൽ തെറ്റു ചെയ്ത അടിമ സംസാരിക്കും പോലെ നിങ്ങൾ വാപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ സംസാരിക്കണമേ എന്ന് മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. ഖൗലുൽ അബ്ദിൽ മുദ്നിബ്, തിന്മ ചെയ്ത ഒരു സ്ലേവ്, ഒരു അടിമ, ആരുടെ മുമ്പിൽ? അമാമൽ മലികി, ഒരു രാജാവിന്റെ മുമ്പിൽ തിന്മ ചെയ്ത, തെറ്റു ചെയ്ത ഒരാൾ രാജാവിന്റെ മുമ്പിൽ സംസാരിക്കും പോലെ നിങ്ങൾ വാപ്പയോട് ഉമ്മയോട് സംസാരിക്കണം. ആ ഭവ്യത, ആ ഒരു താഴ്മ നിങ്ങൾക്കുണ്ടാവണമേ എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. അനാദരവിൽ എന്തൊക്കെ വരുമെന്നാ മനസ്സിലാക്കിയത്? വാപ്പയോട് ഉമ്മയോടുള്ള അനാദരവ്. വലാ തഖുൽ ലഹുമാ, ഉപ്പയോടോ ഉമ്മയോടോ പറഞ്ഞു പോവരുതേ. ഉഫ്ഫിൻ, ഛേ എന്ന് പറയുന്ന വാക്ക്. എന്താണ് ഛേ എന്നുള്ള വാക്ക്? നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇന്നഗ്ളബാക്, വാപ്പയോ ഉമ്മയോ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചെന്നിരിക്കട്ടെ. ഉപ്പ കാരണം മക്കൾക്ക് ദേഷ്യം വന്നാൽ, ഉമ്മ കാരണം മക്കൾക്ക് ദേഷ്യം വന്നാൽ, ചില സമയങ്ങളിൽ മാതാപിതാക്കളുടെ സ്വഭാവം മക്കളിൽ ദേഷ്യത്തിന് ഉളവാക്കുമല്ലോ. ഉമ്മ സഹികെടുന്നുണ്ട്, വാപ്പാ സഹികെടുന്നുണ്ടേ, നിർത്തണേ. നിങ്ങൾ നിർത്തി ഉമ്മ, ഇനി പറയില്ല എനിക്ക് ദേഷ്യം പിടിക്കൂ.
പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നഗ്ലബാക്, ബാപ്പയോ ഉമ്മയോ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചെന്നിരിക്കട്ടെ, അവരുടെ പെരുമാറ്റമോ സംസാരമോ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചെന്നിരിക്കട്ടെ, ഫലാ തൻദുർ ഇലൈഹിമാ ശസറാ. ഒരു ബാപ്പയും ഉമ്മയും ദേഷ്യം പിടിപ്പിക്കുമ്പോ ഒരു തുറിച്ച നോട്ടം അവരിലേക്ക് നോക്കുക പോലും ചെയ്യരുതേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പയോ ഉമ്മയോ ദേഷ്യം പിടിപ്പിച്ചെന്നിരിക്കട്ടെ, എന്നാൽ പോലും ആ ദേഷ്യത്തോടുകൂടെയുള്ള നോട്ടം ആ ബാപ്പയിലേക്കോ ഉമ്മയിലേക്കോ നോക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ തിന്മ ചെയ്ത ഒരു അടിമ, ശക്തനായ രൗദ്ര സ്വഭാവമുള്ള രാജാവിന്റെ മുമ്പിൽ നിൽക്കും പോലെ നിങ്ങൾ വാപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ നിൽക്കണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനനാ, നബി തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവടെയിരിക്കുന്ന സമയം നബി തങ്ങൾ ഞങ്ങളോട് വഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഞങ്ങളൊരു മരത്തിന്റെ ചുവടെ ഹബീബിന്റെ വാക്കുകളിലേക്ക് സാഘോദം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേരം നബി തങ്ങളുടെ വളർത്തുമാതാവ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹാ ദൂരെ നിന്നും വരുന്നത് നബി തങ്ങൾ കാണുന്നു. ഫാത്തിമ ബിൻത് അസദ് വരുന്നത് ഹബീബായ നബി തങ്ങളിലേക്കാണ്. എന്തോ ഒരു കാര്യം പറയാനാണ് ഈ വരുന്നത്. സഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബിയെ, അങ്ങയുടെ വളർത്തുമാതാവാണെന്ന് തോന്നുന്നു, ദൂരെ നിന്ന് വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. നബി തങ്ങൾ തിരിഞ്ഞു നോക്കി, ഉമ്മ തന്നെയാണ് വരുന്നത്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എഴുന്നേൽക്കുന്നു. ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാണിത്. നബി തങ്ങൾ എഴുന്നേറ്റു. വളർത്തുമാതാവ് ദൂരെ നിന്നും വരുന്നത് ഹബീബായ നബി തങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഉമ്മ ദൂരത്തു നിന്ന് വരുന്ന സമയം പരിശുദ്ധ നബി ഉമ്മയിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഫയഫിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഉമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് വരിക. നബി തങ്ങൾ ഇത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നബി തങ്ങൾ സ്പീഡിൽ പോവാൻ. ഞങ്ങൾ ഇങ്ങനെ അജബൻ, അത്ഭുതത്തോടെ നബി തങ്ങൾ ഇങ്ങനെ നോക്കി, എന്തിനാ നബി അങ്ങോട്ടേക്ക് ഓടുന്നത്? സംഭവം കാണാം. നബി തങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഉമ്മ അധിക ദൂരം എന്നിലേക്ക് നടക്കുന്നത് അതുപകേട്. ഇതെല്ലാം ചുരുക്കി പറയാണ്, സമയം കുറവല്ലേ. ഉമ്മ അധിക ദൂരം, ഉമ്മായുടെ കാര്യം പറയാൻ അധിക ദൂരം എന്നെ നോക്കി വരുന്നത് അതുപകേടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വിളിച്ചാൽ, എവിടെ മോനെ, മോളെ എവിടെ നീ ഉള്ളത്? ഉമ്മ ഞാനിവിടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഉമ്മ ഞാനിവിടെ ഇരിക്കില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ. വാപ്പ വിളിച്ചാൽ, വാപ്പ ഞങ്ങളൊന്ന് ഇങ്ങോട്ട് വരും, ഞാനിവിടെ ഒരു ചെറിയ പണിയിലാണ്. പരിശുദ്ധ നബി തങ്ങൾ ഖുതുബ നടത്തുന്ന സമയമാണ്, വഅദ് പറയുന്ന സമയമാണ്. വളർത്തു മാതാവായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കണ്ട സമയം ഉമ്മ വരുന്നതിനേക്കാളും വേഗതയിൽ ഉമ്മയിലേക്ക് അങ്ങോട്ട് നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കുകയല്ല, ഉമ്മയേക്കാൾ വേഗതയിൽ ഞാൻ എങ്ങനെ ഉമ്മയെ എന്നിലേക്ക് നടത്തിക്കും? അത് അതുപകേടല്ലേ. ഉമ്മ എന്നെ തേടി വരികയോ, പരിശുദ്ധ നബി യഫിറു ഇലൈഹാ, ഉമ്മയിലേക്ക് അങ്ങോട്ട് ഓടി ചെല്ലുന്നു. ഉമ്മയുടെ അടുത്തെത്തിയ സമയം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലപ്പാവ് തലയിൽ നിന്നൂരുന്നു. അതിനെ നിലത്തിങ്ങനെ വിരിച്ചു. ഫഅജലസഹാ, ഉമ്മയെ തലപ്പാവിൽ ഇരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി കൈകൾ രണ്ടും കെട്ടി നിൽക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഞങ്ങൾ ഇതിങ്ങനെ കാണുന്നുണ്ട്. നബി തങ്ങൾ നിൽക്കുകയാണ് ഉമ്മയുടെ മുമ്പിൽ. ഉമ്മ അവിടെ ഇരുത്തി ഹബീബിന്റെ തലപ്പാവിൽ. ഉമ്മ സംസാരിക്കുന്നത് സമിഅനാ സൗതഹാ,
ഉമ്മയുടെ ശബ്ദം ഞങ്ങൾക്ക് എവിടെ കേൾക്കാം. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞില്ല. മറുപടി പറയുന്ന നബി തങ്ങളുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നില്ല. ഉമ്മയേക്കാൾ ശബ്ദം കുറച്ചു സംസാരിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. നബി തങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഉമ്മ ഓരോന്നും ഹബീബിന്റെ മുഖത്ത് നോക്കി പറയുന്ന സമയം കണ്ണിമ വെട്ടാതെ ഉമ്മയിലേക്ക് തന്നെ നബി തങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ഓരോന്നിനും ഹബീബിന്റെ മുഖം ഇങ്ങനെ തിരിക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. മലിക്, ഒരു രാജാവിന്റെ മുമ്പിൽ അടിമ നിൽക്കുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം കഴിഞ്ഞു ഹബീബായ നബി തങ്ങൾ പോകുന്ന സമയം ഉമ്മയുടെ പിറകെ ഒരൽപ്പ ദൂരം നടക്കുകയും ചെയ്തു റസൂലുള്ളാഹി. ഞങ്ങളിലേക്ക് മടങ്ങി വന്ന സമയം നബി തങ്ങളോട് കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചു, നബിയെ, അത് നിങ്ങളുടെ വളർത്തുമാതാവായ ഫാത്തിമ ബിൻത് അസദല്ലയോ? ഒരു വളർത്തുമാതാവിനോട് നബിയെ ഇത്രമേൽ അദബ് നിങ്ങൾ കാണിക്കേണ്ടതുണ്ടോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി നബി തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ഇബ്നു അബ്ബാസ്, ഞാൻ ഈ ചെയ്തതിൽ പോലും എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ എന്ന വിഷയത്തിൽ അല്ലാഹുവിനെ ഞാൻ പേടിക്കുന്നുണ്ട് ഇബ്നു അബ്ബാസ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ പോലും അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ഇതിന്റെ ഒരു 100% പോലും പ്രസവിച്ച ഉമ്മയോട് ഞങ്ങൾക്ക് അദബ് കാണിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ നബിയേ എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഇതിൽ പ്രസവിച്ച ഉമ്മയോട് പോലും ഇതിന്റെ ഒരു 10 മടങ്ങ് കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ നബിയേ. നബിതങ്ങൾ പറയാണ്, സ്വർഗ്ഗം അവിടെയാണ്. നോക്കൂ നിങ്ങൾ. ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുണ്ട്, മാമിൻ വലദിൻ ബാരിൻ, വാപ്പാക്കോ ഉമ്മാക്കോ ഗുണം ചെയ്യുന്ന മക്കൾ, യൻദുറു ഇലാ വാലിദൈഹി നളറത റഹ്മത്തിൻ, ഉമ്മയിലേക്കോ വാപ്പയിലേക്കോ കാരുണ്യത്തോടെ മക്കളൊന്നു നോക്കിയാൽ, ഉമ്മയുടെ മുഖത്തേക്ക് വാപ്പയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ മക്കൾ ഒരു വട്ടം ഒന്നും നോക്കിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദ്റത്തിൻ ഹജ്ജതൻ മദ്റൂറാ, ഓരോ നോട്ടത്തിനും അല്ലാഹു തആല ഓരോ ഹജ്ജിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, വഇന്നദറ കുല്ല യൗമിൻ മിഅത മറ, ഒരു ദിവസം ഞങ്ങൾ ഉപ്പയിലേക്കോ ഉമ്മയിലേക്കോ 100 വട്ടം നോക്കിയാലോ നബിയേ? നബിയെ, നിങ്ങൾ പറയുന്നത് ഒരു പ്രാവശ്യം ഉമ്മയിലേക്കോ വാപ്പയിലേക്കോ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന സമയം അല്ലാഹു തആല ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്നല്ലയോ അങ്ങ് പറയുന്നത്? ഒരു ദിവസം തന്നെ 100 പ്രാവശ്യം ഞങ്ങൾ നോക്കിയാൽ 100 തവണ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമോ നബിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ, നഅം അല്ലാഹു അക്ബർ വഅതിയബ്, സഹാബത്തെ, അല്ലാഹു അക്ബർ വഅതിയബ്, അല്ലാഹു വലിയവനല്ലയോ? 100 തവണ നിങ്ങൾ നോക്കിയെന്നിരിക്കെ
നിങ്ങൾക്ക് 100 തവണ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു തടയുമോ സഹാബാ? ഇല്ലേ, ഇല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അന്നളറു ഇലൽ വാലിദി ഇബാദത്തുൻ, വാപ്പയിലേക്കോ ഉമ്മയിലേക്കോ നോക്കി നിൽക്കുന്നത് ഇബാദത്താണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നളറു ഇലൽ കഅബത്തി ഇബാദത്തുൻ, കഅബയിലേക്ക് നോക്കുന്നതും ഇബാദത്ത്. വന്നളറു ഇലൽ മുസ്ഹഫി ഇബാദത്തുൻ, മുസ്ഹഫിലേക്ക് നോക്കുന്നതും ഇബാദത്ത്. വന്നളറു ഇലാ അഖീക ഹുബ്ബൻ ലഹു ഫില്ലാഹ് ഇബാദത്തുൻ, സഹോദരങ്ങളിലേക്ക് സ്നേഹത്തോടെ നോക്കുന്നതും ഇബാദത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപ്പയിലേക്ക് ഉമ്മയിലേക്ക് സ്നേഹത്തോടെ നോക്കുന്നത് പോലും ഇബാദത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് നോക്കൂ നിങ്ങൾ. മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഒരാൾ മുത്തം നൽകിയാൽ, പ്രസവിച്ച ഉമ്മയുടെ നെറ്റിത്തടത്തിലേക്ക് ഒരാൾ മുത്തം നൽകിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഖാന ലഹു സിത്റം മിനന്നാർ, അയാൾക്ക് നരകത്തിൽ നിന്ന് മറയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു അംർ എന്നവർ പറയാ, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളിലേക്ക് പോകുന്നു. യുബായിഉഹു അലൽ ഹിജ്റ, നബിയെ നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയല്ലയോ, ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് നബിയെ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഹബീബായ നബി തങ്ങളിലേക്ക് വന്ന സമയം ഇയാൾ പോയ സമയം ഇയാളുടെ മാതാപിതാക്കൾ കരയുന്നുണ്ട്. വീട്ടിൽ നിന്നും മകൻ പോയല്ലോ. വാപ്പയായ ഉമ്മയായ പ്രായം ചെന്ന 2 മാതാപിതാക്കൾ ഈ കുട്ടി പോയതിൽ വീട്ടിൽ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. വിവരം അറിഞ്ഞ റസൂലുള്ളാഹി തന്റെ കൂടെ ഹിജ്റക്ക് പോകാമെന്ന് വാക്ക് പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സ്വഹാബിയോട് ഇർജി, സ്വഹാബി നിങ്ങൾ മടങ്ങണം, നിങ്ങൾ ഹിജ്റക്ക് വരല്ലേ, ഇർജി നിങ്ങൾ മടങ്ങിപ്പോണം. ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, എപ്രകാരമാണോ നിങ്ങളുടെ വാപ്പയും ഉമ്മയും കരഞ്ഞത് അപ്രകാരം നിങ്ങൾ അവരെ ചിരിപ്പിക്കണേ സ്വഹാബി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപ്പയും ഉമ്മയും നിങ്ങൾ വീട് വിട്ടിറങ്ങിയ കാരണം അത് ഹിജ്റക്ക് വേണ്ടിയാവട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ കരഞ്ഞെങ്കിൽ നിങ്ങൾ അവരെ ചിരിപ്പിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെ ഉമ്മയുടെ കണ്ണു നിറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹിജ്റക്ക് പോവണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പയുടെ ഉമ്മയുടെ കണ്ണു നിറച്ച നിങ്ങൾക്ക് എന്ത് ഹിജ്റ? നിങ്ങൾ വിദേശയാത്ര നടത്തുന്നതല്ല, നിങ്ങളൊരു ഒരു സുഗന്ധമായ ഒരു ടൂറിസ്റ്റ് യാത്ര നടത്തുന്നതല്ല, നിങ്ങൾ എങ്ങോട്ടേക്കോ ഉല്ലസിക്കാൻ പോകുന്നതല്ല, നിങ്ങൾ ഹിജ്റക്ക് ഇറങ്ങിയത് തന്നെ. നിങ്ങൾ ഹിജ്റക്ക് പുറപ്പെടുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഉമ്മയോ ബാപ്പയോ കരയുന്നുവെങ്കിൽ അവര് ചിരിക്കാനും നിങ്ങൾ കാരണക്കാരനാവണമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്നു ഉമറേ ലനൗമുക അലസ്സരീർ, നിങ്ങൾ കട്ടിലിൽ ഉറങ്ങുന്നത് ബിർറം ബിവാലിദൈക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതായ നിലയിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇബ്നു ഉമർ നിങ്ങളെ യുദ്ധത്തിനു വരാതെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകാൻ നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങൾ ഉറങ്ങുന്നത്? തുൽഹിഖുഹുമാ വയുൽഹിഖാനിക്, നിങ്ങൾ കാരണം നിങ്ങളുടെ ബാപ്പാക്കും ഉമ്മാക്കും സന്തോഷമുണ്ട്, നിങ്ങൾ വീട്ടിൽ തന്നെയുണ്ടല്ലോ. അഫ്ളലു മിൻ ജിഹാദിക ബിസ്സൈഫി ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വീട്ടിലെ കട്ടിലിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും അതാണോ സന്തോഷം നൽകുന്നതെങ്കിൽ നിങ്ങൾ യുദ്ധത്തിനല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടന്നുറങ്ങണമേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളുടെ കണ്ണീരിന് മക്കൾ കാരണമാവരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ജുനൂബി യുഅഖിറുല്ലാഹ്, എല്ലാ തിന്മകളും, ഒരു മനുഷ്യൻ ചെയ്യുന്ന സർവ്വ തിന്മകളും, അതിൽ ചില തിന്മകൾ അല്ലാഹു തആല ആഖിറത്തിൽ ശിക്ഷ നൽകാൻ ബാക്കി വെക്കും, ദുനിയാവിലൊന്നും ഉണ്ടാവില്ല. ചില തിന്മകൾ യുഅഖിറുല്ലാഹു മിൻഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അതിന്റെ ശിക്ഷയുണ്ടാവുക. ഒരാൾ തിന്മ ചെയ്തെന്നിരിക്കട്ടെ, അതിന്റെ ശിക്ഷകൾ ആഖിറത്തിലേക്ക് അല്ലാഹു തആല പിന്തിച്ചു വെച്ചേക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ ഫഇന്നഹു യഅ്ജിലു ലിസാഹിബിഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവനൊഴികെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാളൊഴികെ, ആരാണോ വാപ്പയെ ഉമ്മയെ കരയിപ്പിച്ചത്, ആരാണോ ഉമ്മയെയും വാപ്പയെയും പ്രയാസപ്പെടുത്തിയത്, അതല്ലാഹു തആല ആഖിറത്തിലേക്ക് അതിന്റെ ശിക്ഷ പിന്തിച്ചു വെക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമുണ്ട്. പൂർവകാലത്ത് ജീവിച്ച ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു ഫുളൈൽ ഇബ്നു വാഹിൽ റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ ചെരുപ്പ് കുത്തുന്ന സ്വഹാബിയായിരുന്നു. അത് മദീനക്കാരനാണ് അദ്ദേഹം, മുമ്പ് ജീവിച്ചു പോയതാണ്, ചെരുപ്പ് കുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളാണത്. ഹജ്ജിന് പോവാൻ ഫുളൈൽ തങ്ങൾക്ക് അതിയായ മോഹമുണ്ട്. പ്രായമായ ഉമ്മയാണ് വീട്ടിലുള്ളത്. ഉമ്മയോട് സമ്മതം ചോദിച്ചു, ഉമ്മ ഹജ്ജിനൊന്ന് ഞാൻ പോയിക്കോട്ടെ. വർഷങ്ങളായി ചെരുപ്പ് കുത്തിയിട്ട് ലഭിച്ചിട്ടുള്ള നാണയച്ചുട്ടുകൾ, ദിർഹമുകൾ സ്വരൂപിച്ചു വെച്ച് ഹജ്ജിനായി തയ്യാറെടുത്തതായിരുന്നു ഫുളൈൽ തങ്ങൾ. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാനൊന്ന് ഹജ്ജിന് പുറപ്പെടട്ടെ. ഉമ്മ പറഞ്ഞു, ഫുളൈലേ, വയ്യാത്ത എന്നെയും തനിച്ചാക്കി നിങ്ങൾ പോയാൽ മാസങ്ങൾ പിടിക്കുമല്ലോ. യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞൊരു കാലഘട്ടമാണത്. ഫുളൈലേ, മാസങ്ങൾ പിടിക്കുന്ന യാത്രയല്ലേ, ഞാനിവിടെ തനിച്ചാകുമല്ലോ. ഫുളൈൽ തങ്ങളൊന്നും പറഞ്ഞില്ല. മാസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ഒരു ദിവസം പാതിരാവിന്റെ നേരം ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോ ഒരു എഴുത്തെഴുതി വെച്ച് ഫുളൈൽ തങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നു. ഉമ്മ, ഉടനെ ഞാൻ തിരിച്ചു വരും. എഴുന്നേൽക്കുന്ന സമയം ഉമ്മ എഴുത്തു വായിക്കണേ. സമ്മതം ചോദിച്ചു. പോകണമെന്നാണ് കൊതിയുള്ളത്. പക്ഷേ ഉമ്മായുടെ കണ്ണെങ്ങാനും നിറഞ്ഞാൽ ഫുളൈൽ എന്ന് പറയുന്ന എനിക്ക് യാത്ര പോവാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ കാണാൻ വർഷങ്ങളായിട്ടുള്ള മോഹമാണ് ഉമ്മ. ഫുളൈൽ തങ്ങൾ ഹജ്ജിനായി പുറപ്പെടുന്നു. ഒട്ടകപ്പുറത്താണ് സഞ്ചാരം. വഴിമധ്യേ മഹാനായ ഫുളൈൽ തങ്ങൾ നിസ്കരിക്കാനായിട്ടൊരു പള്ളിയിൽ കയറുന്ന സംഭവം മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി ചങ്ങറും ഇബ്നു കസീർ എന്നിവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നിസ്കരിക്കാനായി ഒരു പള്ളിയിൽ കയറുന്നു. ആ സമയം ആ നാട്ടിലൊരു മോഷണം നടക്കുന്നു. ആരാണ് മോഷ്ടാവെന്നു തിരിയാതെ സാരിക്കായ മോഷണം നടത്തിയാൽ പള്ളിയുടെ പരിസരത്തുകൂടെയാണ് പോയതും. ഭടന്മാർ, രാജാവിന്റെ ഭടന്മാർ മോഷ്ടാവിനെയും അന്വേഷിച്ചുകൊണ്ടാണ് യാത്ര പുറപ്പെടുന്നത്. കണ്ടെത്തിയപ്പോൾ അപരിചിതനായ മറ്റൊരു നാട്ടുകാരനായ ഫുളൈൽ തങ്ങളെ ഭടന്മാർക്ക് ലഭിക്കുന്നു. രാജാവിന്റെ കൽപ്പനയുണ്ട്, അപരിചിതനായ മോഷ്ടാവാണെന്ന് തോന്നുന്ന ആരെങ്കിലും കയ്യിൽ ലഭിച്ചാൽ ശിക്ഷ നിങ്ങൾ തന്നെ നടപ്പാക്കിക്കോ. ഭടന്മാര് ഫുളൈൽ തങ്ങളെ വിളിച്ചു. അദ്ദേഹത്തെ പിടികൂടുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ ദൂരെ നിന്നും വരുന്ന ആളാണ്. നിങ്ങൾ ഈ നാട്ടുകാരനല്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരനല്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ മഹാനായ ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഭടന്മാർ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടു കൈകളും ഛേദിക്കുന്നു.
ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2 കൈകളും കാലുകളും ഛേദിക്കുന്നു രാജാവിന്റെ കൽപ്പന പ്രകാരം ഭടന്മാര് ആ ഒരു കർത്തവ്യം നിർവഹിക്കുന്നു. ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടം വന്നു. വേദന കൊണ്ട് മഹാൻ ഇങ്ങനെ പുളയുന്ന സമയം ഭടന്മാർ അദ്ദേഹത്തെയും നിലത്തിങ്ങനെ വലിച്ചു കൊണ്ടുപോയി. മോഷ്ടാക്കന്മാരായ ആളുകൾക്കുള്ള ശിക്ഷ ഇതാണ്, മോഷണം നടത്തിക്കഴിഞ്ഞാലുള്ള ശിക്ഷ ഇതാണ് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞാണ് പോകുന്നത്. ഈ സമയം ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു സങ്കടം കൊണ്ട് വേദന കൊണ്ട് ഭടന്മാരായ ആളുകളോട് പറയുന്നു, അയ്യുഹൽ അഹിബ്ബാ, സ്നേഹിതന്മാരായവരെ, നിങ്ങൾ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ എൻ്റെ കൈകാലുകൾ ഛേദിച്ചിട്ടുള്ളത്. അല്പം ഒരു റൂഹന്നിൽ ബാക്കിയുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്നത് മോഷ്ടാവിനുള്ള ശിക്ഷ ഇതെന്ന് പറഞ്ഞിട്ടല്ലേ? നിങ്ങളൊന്ന് മാറ്റി പറയണം. ഉമ്മയുടെ വാക്ക് കേൾക്കാത്തവന്, ഉമ്മയുടെ വാക്ക് ധിക്കരിച്ചവനുള്ള ശിക്ഷ എന്ന് നിങ്ങൾ പറയണേ. എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളല്ലേ മോഷണം നടത്തിയത്? ഫുളൈൽ തങ്ങൾ പറയുന്നു, വിശദീകരണം പോലും തേടാതെ നിങ്ങൾ നിങ്ങളുടെ വിധി എന്നിൽ നടപ്പാക്കിയതിന്റെ ശേഷം ഇനി അതിന്റെ വിശദീകരണം ചോദിച്ചിട്ട് എന്താണ് ഫലം? ദൂരെ മാറി വിജനമായ ഒരു സ്ഥലത്ത് ഫുളൈൽ തങ്ങളെ ഇവർ ഉപേക്ഷിക്കുന്നു. ഭടന്മാര് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഒരു യാത്രാ സംഘം ഫുളൈൽ തങ്ങളെ കണ്ടുകെട്ടുന്നു. അവര് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? ഒരൽപ്പം റൂഹിന്റെ ചലനം മാത്രം ബാക്കിയുള്ള ഫുളൈൽ ഇബ്നു വാഹിൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദൂരെ മാറി ഇന്നാലിന്ന വീടിന്റെ മുറ്റത്താണ് എൻ്റെ ഉമ്മയുള്ളത്, ഇന്നതാണ് എൻ്റെ സ്ഥലം, എന്നെയൊന്ന് അവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കച്ചവട സംഘം ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ സ്വന്തം വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു. ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു ഒരൽപ്പം വെള്ളത്തിനായിട്ട് അവസാന സക്കറാത്തിന്റെ നേരം ഒരൽപ്പം വെള്ളത്തിനായിട്ട് എങ്ങനെ യാചിക്കുന്നുണ്ട്. ഒരു പ്രായമായ സ്ത്രീയുടെ ശബ്ദം വന്നു, ആരെങ്കിലും ഒരൽപ്പം വെള്ളം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ സമയം പ്രായമായൊരു സഹോദരി, ഒരു ഉമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ആരാണ് നിങ്ങൾ? അപ്പോൾ ഫുളൈൽ തങ്ങൾ പറയുന്നു, ഞാനൊരു അപരിചിതനാണ്. ശബ്ദം കേൾക്കുന്ന സമയം ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പരിചയം തോന്നി. എവിടെയോ കേട്ട പോലെ ശബ്ദം. മഹാന്റെ സക്കറാത്തിന്റെ നേരമാണത്. തന്റെ ഉമ്മയാണെന്ന് മനസ്സിലാക്കി. യാ ഉമ്മീ, ഉമ്മ, ഞാൻ നിങ്ങളുടെ മകനായ ഫുളൈലാണേ. പെട്ടെന്ന് ഉമ്മ പുറത്തേക്ക് വന്നു. കൈകാലുകൾ ഛേദിക്കപ്പെട്ട ഒരു മാംസ കഷ്ണം പോലെ ഫുളൈൽ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട സമയം മാറോട് ചേർത്ത് പിടിച്ചു. കരളിന്റെ കരളായ പൊന്നുമോനെ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നടന്ന സംഭവമെല്ലാം പറഞ്ഞു മഹാനായ ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഉമ്മയോട് പറയുന്നു, പൊരുത്തപ്പെടണേ, മാപ്പാക്കണേ. നിങ്ങളുടെ സമ്മതമില്ലാതെ ഹജ്ജിനായി ഞാൻ പുറപ്പെട്ടുവല്ലോ. ഒരൽപ്പമെങ്കിലും ഞാൻ ആലോചിച്ചു പോയെങ്കിൽ ഈ ഒരു ഗതി എനിക്ക് വരില്ലായിരുന്നല്ലോ ഉമ്മ. അതുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ഈ അവസ്ഥയിൽ എന്നെ ബാക്കിയാക്കിയാൽ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ. നിറ കണ്ണുകളോടെ പൊന്നുമോനെ ചേർത്തു പിടിച്ചു ഫദഅത്ത് ഉമ്മ പ്രാർത്ഥിച്ചു, റബ്ബേ, എന്നെയും പൊന്നുമോനെയും സ്വർഗത്തിലേക്ക് ചേർക്കണേ അല്ലാ. ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു. തദവസരത്തിൽ മഹാന്റെ റൂഹ് ലോകത്തോട് വിട പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതു തന്നെയാണ് ഇബ്നു ഉമറിനോട് പറഞ്ഞത്. ഇബ്നു ഉമർ, നിങ്ങൾ യുദ്ധത്തിനല്ല വരേണ്ടത്. പ്രായമായ ഉമ്മയോ വാപ്പയോ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ അടുക്കൽ പോയി അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുവീനെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമായ വാപ്പയും അതൊരു പ്രയാസവും അതൊരു പരീക്ഷണമായിട്ടല്ല കാണേണ്ടത്. അത് അല്ലാഹുവിൻ്റെ ഒരു നിഅമത്താണ്. അവരുടെ ബുദ്ധിമുട്ടുണ്ടാവും. പ്രായം കൂടുന്തോറും വാപ്പയുടെയും ഉമ്മയുടെയും സംസാരമൊക്കെ മാറും. അവരിങ്ങനെ പിറുപിറുക്കും. പറഞ്ഞ തന്നെ ചിലപ്പോൾ പറയുന്നുണ്ടാവും.
അവരിലേക്ക് ദേഷ്യത്തോടു കൂടിയുള്ള നോട്ടം പോലും ഉഫിൻ എന്ന് പറഞ്ഞതിൻ്റെ പരിധിയിൽ പെടുമെന്നാണ്. അത് ഹറാമാണെന്നൊക്കെ പറഞ്ഞ മഹാന്മാരായ മുഫസ്സിരീങ്ങളുണ്ട്. സഹോദരിമാരൊക്കെ പ്രത്യേകം ആ വിഷയം ശ്രദ്ധിക്കണം. പ്രായമായ ഉമ്മ, ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലീ വാലിദതുൻ, നബിയേ പ്രായമായൊരു ഉമ്മയുണ്ട്, അൻഫിഖു അലൈഹാ, ആ ഉമ്മയുടെ ചെലവൊക്കെ ഞാനാണ് നടത്തുന്നത്. പക്ഷേ വഹിയ തുഅ്സീനനീ ബിലിസാനിഹാ, പക്ഷേ നബിയേ ആ ഉമ്മ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് നബിയേ. പ്രായമായ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ചെലവൊക്കെ ചെയ്യുന്നത് ഞാനാണ്, അവർക്കൊരു വിഷമവും ഞാൻ വരുത്തിയിട്ടില്ല. തുഅ്സീനനീ ബിലിസാനിഹാ, എന്നിട്ട് പോലും ഉമ്മയുടെ നാവ് കൊണ്ട് ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് നബിയേ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫകൈഫ അസ്നഉ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്താ നബി ചെയ്യേണ്ടത്? ഉമ്മയും വാപ്പയൊക്കെ ഉണ്ട്, പ്രായമായ ഉമ്മയാണ്, ഉമ്മാന്റെ ചെലവൊക്കെ ഞാനാ കൊടുക്കുന്നത്. പക്ഷെ ഉമ്മ പറഞ്ഞു വല്ലാതെ പ്രയാസപ്പെടുത്താണ്. എന്താ നബി ഞാൻ ചെയ്യാ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദിഹഖഹാ, ഉമ്മയോടുള്ള ഹക്ക് നിങ്ങൾ വീട്ടണമേ. ലൗ ഖതഅത ലഹമക മാദൈത റുബഅ ഹഖിഹാ, സഹോദരാ നിങ്ങൾ ഉമ്മയുടെ ചെലവൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഉമ്മ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുവല്ലയോ നിങ്ങൾ പറയുന്നത്. ഒരു ദിവസം കത്തിയെടുത്തു നിങ്ങളുടെ ദേഹത്ത് നിന്ന് പച്ചമാംസം ഉമ്മ മുറിച്ചെടുത്താലും നിങ്ങളുടെ ഹക്ക് വീടുന്നില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറയുന്നത്, മൻ മശാലി സിയാറത്തി വാലിദൈ, പ്രായമായ വാപ്പയോ ഉമ്മയോ ഉണ്ട്, ആ മാതാപിതാക്കളെ കാണാൻ വേണ്ടി ഒരാൾ വീട് വിട്ടിറങ്ങിയാൽ, പ്രായമായ ഉപ്പയെ ഉമ്മയെ കാണാൻ വേണ്ടി ഒരാൾ വീട് വിട്ടിറങ്ങിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, കതബല്ലാഹു തആല ലഹു ബികുല്ലി ഖുതുവതിൻ മിഅത ഹസനാ. ഉമ്മയെ വാപ്പയെ കാണാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഉമ്മയുള്ളത് തറവാട്ടിലാണ്, വാപ്പയുള്ളത് ജ്യേഷ്ഠന്റെ വീട്ടിലാണ്, എവിടെയാണോ മാതാപിതാക്കൾ ഉള്ളത്, നമ്മളുടെ SKSF മീത്തൽ മുദിയങ്ങയുടെ വകയായിട്ടുള്ള ഒരു മജ്ലിസ് നൂറിന്റെ ഏട് നിങ്ങൾക്ക് നൽകുന്നു. അല്ലാഹു തആല സംഭാവന ചെയ്ത സഹോദരൻ എനിക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതിൻ്റെ കൂടെ ഒരു ലക്കോഡും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നാളെ നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഒരു വലിയ സംഭാവന തന്നെ നൽകുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ മജ്ലിസ് നൂർ ചൊല്ലിയിട്ട് അതിലൂടെ അള്ളാഹുവിൻ്റെ ബദരീങ്ങളുടെ ബർക്കത്ത് കരസ്ഥമാക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സഹോദരൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് വശായ ഉമ്മയുണ്ട്, ഞാനാണ് ചെലവിനൊക്കെ കൊടുക്കുക, ഉമ്മാനെ കൊണ്ട് നബി ഇടങ്ങേറാണ്. ഇങ്ങനെയുണ്ടോ ഇപ്പോൾ ഒരു ഉമ്മ? എന്തേലും പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ വശം പറഞ്ഞാൽ ഞൊടിഞ്ഞോണ്ട് നിൽക്കുക, എന്തേലും പറഞ്ഞതന്നെ പറഞ്ഞ് ഞങ്ങൾക്കൊരു സ്വസ്ഥത ഉമ്മ നൽകുന്നില്ല നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി വന്ന് പറയുന്നു. അപ്പൊ നബി തങ്ങളുടെ മറുപടി, ഉമ്മ എനിക്ക് ദേഹത്തുനിന്ന് ഇറച്ചി കഷ്ണം മുറിച്ചെടുത്തു എന്ന് കൂട്ട്, ഉമ്മയോടുള്ള ബാധ്യതകൾ വീരില്ല. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറയുന്നത്, മൻ മശാ ലി സിയാറത്തി വാലിദൈ, ഉമ്മയെ കാണാൻ വാപ്പയെ കാണാൻ വീട് വിട്ടൊരാൾ പുറത്തിറങ്ങിയാൽ ഓരോ കാലടി പാദങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുന്നുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് ഹബീബ് പറയാ, ഫഇദാ ജലസ ബൈന യദൈഹിമാ, ഒരാൾ വാപ്പയെ കാണാൻ ഉമ്മയെ കാണാൻ വീട് വിട്ടിറങ്ങുകയും ഉമ്മയുടെ വാപ്പയുടെ അടുക്കൽ ഒരല്പനേരം ഇരുന്നു കൊടുക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, വതകല്ലമ മഅഹുമാ ബിതീബിൽ കലാം, എന്നിട്ട് ഒരല്പനേരം ഉമ്മയോടോ വാപ്പയോടോ മാന്യമായിട്ട് സംസാരിച്ചു. എന്തെല്ലാം ആ വിശേഷങ്ങളൊക്കെ. ഉമ്മ നിങ്ങൾക്ക് സുഖമല്ലേ? രോഗം ഭേദമായിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? മാന്യമായ നിലയിൽ ഉമ്മയോടോ വാപ്പയോടോ ഒരല്പനേരം ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അഅ്താഹുല്ലാഹു യൗമൽ ഖിയാമത്തി നൂറൻ യസ്ആ ബൈന യദൈഹി, ഖിയാമത്ത് നാളിൽ അയാളിൽ അല്ലാഹു തആല പ്രകാശം കൊണ്ട് പൊതിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരല്പസമയം ഉമ്മയുടെ അടുത്തൊരാൾ ഇരുന്നു കൊടുത്താൽ, വാപ്പയുടെ അടുത്തൊരാൾ ഇരുന്നു കൊടുത്താൽ, അയാൾക്ക് ഖിയാമത്ത് നാളിൽ പ്രകാശം കൊണ്ട് അയാളെ അല്ലാഹു പൊതിയുമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെയും ആ വിഭാഗത്തിൽ ചേർത്തി തരട്ടെ. ഒരല്പനേരം വാപ്പയുടെ ഉമ്മയുടെ അടുത്തിരുന്നിട്ട് കുറച്ചു നേരം അവരോടൊന്ന് സംസാരിക്കുക. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രം ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. മൂസ നബി തങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. കലീമുല്ലാഹ് എന്നാണ് മഹാന്റെ സ്ഥാനപ്പേര്. അള്ളാഹുവിനോട് ഒരിക്കൽ മൂസ നബി തങ്ങൾ ദുആ ചെയ്തു, ലികുല്ലി നബിയ്യിൻ റഫീഖ്. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഓരോ കൂട്ടുകാരന്മാരുണ്ടല്ലോ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് റബ്ബേ എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ആരാണ് റബ്ബേ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അല്ലാഹു തആല മൂസ നബി തങ്ങൾക്ക് വഹി നൽകുന്നു, തിരികെ മറുപടി നൽകുന്നു. മൂസാ, ഇന്നാലിന്ന പട്ടണത്തിലേക്ക് നിങ്ങൾ പോവണം. ആ പട്ടണത്തിൽ ഫീഹാ ഖസ്സാബ്, ഒരിറച്ചി വെട്ടുകാരൻ ആ പട്ടണത്തിലുണ്ട്. അയാളാണ് നിങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആലയുടെ മറുപടി വരുന്ന പക്ഷം ആരാണ് അയാളെന്നറിയാൻ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഒരു ഇറച്ചി വെട്ടുകാരനാണെന്ന വിവരം ലഭിച്ച നേരം അതിനു മാത്രം അയാളാര്? മൂസ നബി തങ്ങൾ ആ മനുഷ്യനെയും തേടിക്കൊണ്ട് വീട് വിട്ടിറങ്ങുന്നു. മദിയൻ എന്ന് പറയുന്ന നാട് വിട്ടു പോകുന്നു. മൂസ നബി തങ്ങൾ ആ പട്ടണത്തിലെത്തി. ആ മനുഷ്യന്റെ കടയുടെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കുന്നു. അയാൾ ദ്രുതഗതിയിൽ ഇറച്ചി ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. അവസാനം സന്ധ്യാസമയമാകുന്ന സമയം ഒരൽപ്പം ഇറച്ചി വെട്ടിയിട്ട് ഒരു കവറിൽ അയാൾ സൂക്ഷിക്കുന്നു. കടയടച്ചയാൾ പുറപ്പെടുന്നു. മൂസ നബി തങ്ങൾ അയാളുടെ പിറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാണ് അയാൾ പോകുന്നത്? ഒരു ചെറിയ കുടിലിലേക്കാണ് അയാളുടെ വരവ്. കുടിലിലേക്കാണ് അയാൾ പോകുന്നത്. മൂസ നബി തങ്ങളും അയാളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. മഹാനായ മൂസ നബി തങ്ങൾ വഴിയിൽ വെച്ച് അയാളോട് സംസാരിക്കുന്നു. അന മുസാഫിർ, ഞാനൊരു യാത്രക്കാരനാണ്, വിദേശമായ ദൂരദിക്കിൽ നിന്നും വന്നതാണ്. നിങ്ങളുടെ കൂടെ ഇന്ന് രാത്രി ഇവിടെ കഴിയാൻ എനിക്ക് സൗകര്യം നിങ്ങൾ ചെയ്തു തരുമോ? മൂസ നബി തങ്ങളുടെ ആവശ്യം അയാൾ അംഗീകരിച്ചു കൊടുക്കുന്നു. തഫല്ലൽ തആൽ, നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് കലീമുല്ലാഹി മൂസ നബി തങ്ങൾ അയാൾ തന്റെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. മൂസ നബി തങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു. മഹാനായ മൂസ നബി തങ്ങളെ വീടിന്റെ പുറത്തൊരു കട്ടിലുണ്ട്, അതിലിരുത്തുന്നു. ഇയാളുടെ കയ്യിൽ ഒരു ഇറച്ചിപ്പൊതിയാണുള്ളത്. അതുമായിട്ട് ഇയാൾ അടുക്കളയിലേക്ക് പോകുന്നു. വീടിന്റെ ഉള്ളിലേക്ക് പോയത് പാചകം ചെയ്യുന്നു. മൂസ നബി തങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. പാചകം ചെയ്തു. അതിന്റെ ശേഷം അയാൾ ഒരു പാത്രത്തിൽ ഭക്ഷണവും ഒരു ഗ്ലാസിൽ വെള്ളവും എടുത്തു വരുന്നു. വീടിന്റെ ഒരു മൂലയിൽ ഒരു പുതപ്പിൽ വയസ്സായ ഒരു വൃദ്ധയായ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നിശ്ചലമായ ചലനമറ്റ ശരീരമാണത്. ഉമ്മയുടെ അടുത്തേക്കാണ് അയാൾ വരുന്നത്. പായയുടെ പരിസരത്തായിട്ട് അയാൾ ഇരിക്കുന്നു. തന്റെ മടിയിലേക്ക് ഉമ്മയുടെ തല ഇങ്ങനെ വെക്കുന്നു. ശേഷം ഗ്ലാസിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം ഉമ്മയുടെ ചുണ്ടിലേക്ക് അയാൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. തന്റെ വായയിൽ ഓരോ ഇറച്ചി കഷ്ണം ഇട്ടതിന്റെ ശേഷം ചവച്ചു പാകപരുവമാക്കി ആ ഇറച്ചി കഷ്ണം ഉമ്മയുടെ ചുണ്ടിലേക്കും ഇയാൾ വെച്ചു കൊടുക്കുന്നു. ഒരൽപസമയം കൗതുകത്തോടെ മൂസ നബി തങ്ങൾ ഈ രംഗമാണ് കാണുന്നത്. വയസ്സായൊരുമ്മ ആ ഉമ്മയെ പിഞ്ചു പൈതലിന് ഭക്ഷണം നൽകുന്നതുപോൽ പ്രായമായൊരുമ്മയെ മടിയിൽ വെച്ചുകൊണ്ട് ഓരോ തുള്ളി വെള്ളവും ചുണ്ടിലേക്ക് ഉറ്റിച്ചു കൊടുക്കുന്നു. ചവച്ചു പാകപരുവമാക്കി ഇറച്ചി കഷ്ണം ഉമ്മയുടെ ചുണ്ടിലേക്കും അയാൾ വെച്ചു കൊടുക്കുന്നു. ഭക്ഷണമെല്ലാം കഴിപ്പിച്ചതിന്റെ ശേഷം ഉമ്മയുടെ വസ്ത്രം അയാൾ വൃത്തിയാക്കുന്നു. മലമൂത്രം കൊണ്ട് പൊതിഞ്ഞു പോയിട്ടുണ്ടത്. ഒരു ലവലേശം മുഖഭാവം മാറാതെ പുഞ്ചിരിയോടുകൂടെ ഉമ്മയെ നോക്കി അയാൾ ആ വസ്ത്രമെല്ലാം വൃത്തിയാക്കി നൽകുന്നു. ശേഷം ഉമ്മയെ തദവസരത്തിൽ അവിടെ തന്നെ കിടത്തുന്നു. മൂസ നബിയുടെ അടുക്കിലേക്ക് അയാൾ വരുന്നു. മൂസ നബി തങ്ങൾ ചോദിച്ചു, അഖീ, സഹോദരാ, ഇതാരാണ്? അയാളുടെ മറുപടി, വാലിദതീ, ഇതെന്റെ ഉമ്മയാണ്. എന്തു പറ്റി നിങ്ങളുടെ ഉമ്മാക്ക്? മൂസ നബിയോട് അയാൾ പറയുന്നു, വർഷം 5
വർഷം 5ആയി. 5 വർഷമായിട്ട് ഉമ്മ ഇതേ കിടപ്പിലാണ്. സംസാരശേഷിയുണ്ടോ? കണ്ണിലൂടെ ഉമ്മ സംസാരിക്കാറുണ്ട്. ഉമ്മയോട് രാവ് പുലരുവോളം ഞാൻ സംസാരിക്കാറുണ്ട്. രാവ് പുലരുവോളം ഉമ്മയോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഉമ്മയുടെ നാവിലൂടെയല്ല എനിക്ക് മറുപടി ലഭിക്കാറുള്ളത്. ഓരോ കഥകളും ഞാൻ ഉമ്മയോട് പറയും. ഇന്ന് സംഭവിച്ചതെല്ലാം ഉമ്മയോട് പറയുമ്പോ ഉമ്മയുടെ കണ്ണുകൾ എന്നോട് മറുപടി പറയാറുണ്ട്. ഉമ്മാക്കത് വലിയ സന്തോഷമാണ്. രാവിലെ മുഴുവൻ ഞാൻ ഉമ്മയോട് സംസാരിക്കുമ്പോ ഒറ്റപ്പെട്ടു പോയെന്ന തോന്നല് പോലും എൻ്റെ ഉമ്മാക്ക് വരാറില്ല. മുസനബിയോട് അയാൾ ഇങ്ങനെ പറയാ, ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഉമ്മാക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വായയിൽ ഇറച്ചി കഷ്ണം ചവച്ചരച്ചുകൊണ്ട് ഉമ്മയുടെ ചുണ്ടുകളിലേക്ക് വെച്ചു നൽകുന്നത്. വസ്ത്രമാണെങ്കിലോ ഒരു ദിവസം ഞാൻ രാവിലെ കടയിലേക്ക് പോയാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഞാനൊന്നു വരും. അപ്പോഴേക്കും എൻ്റെ ഉമ്മയുടെ മൂത്രമായിട്ടുണ്ടാവും, വസ്ത്രത്തിലാകെ മൂത്രമായിട്ടുണ്ടാവും. ഞാനത് വൃത്തിയാക്കും. ദൈനംദിനം 3 തവണയോ 4 തവണയോ ഉമ്മയുടെ തുണി ഞാൻ മാറ്റാറുമുണ്ട്. രാത്രിയായാൽ ഉമ്മയോടെ നടന്ന കഥകളെല്ലാം പറയും. എന്നിട്ട് സന്തോഷത്തോടെ ഉമ്മ കണ്ണടച്ചാലല്ലാതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങാറില്ലെന്ന് കലീമുല്ലാഹ് മൂസാ അലൈഹിസ്സലാം. മൂസനബിയോട് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ മഹാനായ മൂസനബി തങ്ങൾ അയാളോട് ചോദിച്ചു, സഹോദരാ, ഉമ്മ നിങ്ങൾക്ക് വേണ്ടി എന്താ ഇതിന് പകരമായി ചെയ്യാറുള്ളത്? അയാൾ പറയുന്നു, ഉമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഉമ്മ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോനെ ഇമ്രാനിന്റെ മകൻ മൂസയോടുകൂടെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാ എന്നെൻ്റെ ഉമ്മ പ്രാർത്ഥിക്കാറുണ്ടെന്ന് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസ നബിയോട് ആ ചെറുപ്പക്കാരിത് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ ചേർത്ത് പിടിച്ച് മൂസ നബി തങ്ങൾ പറയുകയാ, അന മൂസ ബിനു ഇമ്രാൻ വ അൻത മഈ ഫിൽ ജന്നാ. നിങ്ങൾ പറഞ്ഞ ഇമ്രാനിന്റെ മകൻ മൂസ ഞാനാ. നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലാ, നിങ്ങൾ എൻ്റെ കൂടെ പരിശുദ്ധ പറുദീസയിലാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയാ, മൂസ നബിയോടുകൂടെ ആ ചെറുപ്പക്കാരൻ സ്വർഗത്തിലാവാനുള്ള കാരണം എന്തെന്നറിയോ? ഉമ്മയോടുള്ള ഖിദ്മത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഉമ്മയുടെ കണ്ണു നിറഞ്ഞ വീട്, വാപ്പയുടെ കണ്ണു നിറഞ്ഞ വീട്, ബറക്കത്തൊക്കെയും ആ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമെന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ കരയാൻ ഒരു പെണ്ണ് കാരണമായാൽ, വാപ്പ കരയാൻ ഒരു മകന് കാരണമായാൽ, ആഖിബത്തിന്റെ വിഷയം പോലും അവസാന സമയം കലിമ ചൊല്ലാൻ ലഭിക്കുന്ന വിഷയം പോലും സംശയത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഗൗരവത്തിൽ ഓർമ്മിക്കേണ്ട വിഷയമാണത്. വാപ്പയോട് മുഖത്തടിച്ച സംസാരം നടത്തുന്നവർ, ഉമ്മയെ ഞെട്ടിച്ചു സംസാരിക്കുന്നവർ, അവര് വിളിക്കുമ്പോ ആ വിളിക്കൊരു മാന്യതയുടെ ഉത്തരം പോലും ലഭിക്കാതെ അവരുടെ വിളിക്കൊരു ലാഘവത്തോടെ മറുപടി നൽകി അവര് സംസാരിക്കുന്ന നേരം അതിനേക്കാളും ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ മാലാഖമാർ അവരെ ശപിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. വഫീഹാ റജുലുൻ യതൂഫുൽ ബൈത്ത്.
കഅബ് ഇബ്നു മാലിക് തങ്ങൾ പറയാ, കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോ ഒരു സ്വഹാബി കഅബാലയം തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. വഅലാ മൻകിബൈഹി വാലിദതാ, അയാളുടെ ചുമലിൽ വയസ്സായ ഒരു ഉമ്മയുമുണ്ട്. 70 പ്രാവശ്യം അയാൾ കഅബാലയം തവാഫ് ചെയ്തു. ശ്രദ്ധിക്കണേ, ഉമ്മയെയും ചുമലിലേറ്റ് 70 പ്രാവശ്യം അയാൾ കഅബാലയം തവാഫ് ചെയ്തു. അതിന്റെ ശേഷമാണ് അയാൾ എന്നെ കണ്ടത്. എന്റെ ചാരത്തേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞു, മഹാനായ കഅബ് ഇബ്നു മാലിക് തങ്ങളെ, ഞാൻ എന്റെ ഉമ്മായ ചുമലിലേറ്റ് 70 പ്രാവശ്യം ഈ കാണുന്ന പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്തു. എന്റെ ഉമ്മയോടുള്ള ബാധ്യതകൾ തീർന്നുവോ കഅബ് തങ്ങളെ? ആ സമയം ഉമ്മ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാ, സ്വഹാബി 70 അല്ല, 70,000 നിങ്ങളുടെ ആയുസ് തീരുന്നത് വരേക്കും ഉമ്മായ ചുമലിലേറ്റ് ഈ കാണുന്ന പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്താലും അല്ലാഹു തആലയോട് ഉമ്മയോടുള്ള ഇടപാട് തീരില്ല സ്വഹാബി എന്ന് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 70 അല്ല, 70,000 ആയുസ് തീരുന്നത് വരേക്കും നിങ്ങൾ തവാഫ് ചെയ്താലും നിങ്ങളുടെ ബാധ്യത തീരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാരക്കാരിൽ പ്രമുഖനായിരുന്നു ഹാറൂൻ റഷീദ്. ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ ചക്രവർത്തിയാണ് ഹാറൂൻ റഷീദ് എന്നവര്. അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ ഫളൽ ഇബ്നു വാഹിൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫുലൈൽ തങ്ങളുണ്ട്. ഫുലൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ വാപ്പയോട് ഉമ്മയോട് ഗുണം ചെയ്തതുപോലെ ഈ അടുത്ത കാലത്തൊന്നും ഒരാളും തന്റെ വാപ്പാക്ക് ഉമ്മാക്ക് ഗുണം ചെയ്തതായിട്ട് എനിക്കറിയില്ല എന്ന് ഹാറൂൻ റഷീദ് തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ഫുലൈൽ തങ്ങളുടെ പിതാവിനെ ഭടന്മാരെ അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിലാണ്, തടവറയിലാണ്. രാജഭരണം നിലനിൽക്കുന്ന കാലം. അവിശ്വാസിയായ രാജാവായിരുന്നു. പക്ഷേ ആ രാജാവ് ഫുലൈൽ എന്ന് പറയുന്നവരുടെ പിതാവിനെയും അദ്ദേഹത്തിനെയും തടവറയിൽ ബന്ധിച്ചു. മഹാനായ ഫുലൈൽ തങ്ങളുടെ പിതാവ് വയസ്സായ ഒരു വലിയ പിതാവാണ്, ഒരു വന്ധ്യവയോധികനാണ് അദ്ദേഹം. വുളൂ ചെയ്യാനുള്ള വെള്ളം ചോദിച്ചോ, ഭടന്മാര് നൽകിയില്ല. ഒടുവിൽ തടവറയിലുള്ള പാത്രത്തിൽ വുളൂ ചെയ്തു അന്നത്തെ നിസ്കാരമെല്ലാം നിർവഹിച്ചു. വാപ്പ കിടന്നുറങ്ങുകയും ചെയ്ത നേരം ഫുലൈൽ തങ്ങൾ ഭടന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഒരല്പസമയം എന്നെ ഒന്ന് പുറത്തേക്ക് വിടണമേ, നാളെ സുബഹിന്റെ സമയമായാൽ എൻ്റെ ഉപ്പാക്ക് വുളൂ ചെയ്യാൻ ചൂടുവെള്ളം വേണം. ശരീരമാകെ ഒട്ടി നിൽക്കുന്ന പ്രായമായ വാപ്പയാണ്. എൻ്റെ വാപ്പാക്ക് വുളൂ ചെയ്യാൻ ഒരൽപ്പം ചൂടുവെള്ളമാണ് വേണ്ടത്. അതിനൊരൽപ്പം വിറക് ശേഖരിക്കാൻ നിങ്ങൾ എന്നെയൊന്ന് അനുവദിക്കണം. ഭടന്മാര് യാതൊരുവിധ സമ്മതവും നൽകാതെ മഹാനായ ഫുലൈൽ റളിയല്ലാഹു തആല അൻഹു തടവറയിൽ തന്നെ സങ്കടത്തോടെ നിൽക്കുന്നു. നാളെ സുബ്ഹായാൽ, പ്രഭാതമായാൽ തന്റെ പിതാവിന് വുളൂ ചെയ്യാൻ എവിടെന്നാണ് താൻ അല്പം ചൂടുവെള്ളം നൽകുക? ഉറക്കമുണർന്ന വാപ്പ കാണുന്നതോ, തഹജ്ജുദിനായി പിതാവ് തടവറയിൽ എഴുന്നേറ്റപ്പോ തടവറയിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക്, ആ വിളക്കിന്റെ മീതെ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ വെള്ളവും പിടിച്ചുകൊണ്ട് സയ്യിദുനാ ഫുലൈൽ റളിയല്ലാഹു തആല അൻഹു പ്രഭാതമാകുന്നത് വരെ പാതിരാവിന്റെ സമയം തന്റെ പിതാവ് തഹജ്ജുദിനായി എഴുന്നേൽക്കുമ്പോ തന്റെ പൊന്നുമോൻ കത്തിച്ചിരിക്കുന്ന വിളക്കിന്റെ മീതെ പാത്രത്തിൽ വെള്ളവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. വാപ്പാ, ഒരൽപ്പം ചൂട് വെള്ളത്തിനു കിട്ടിയിട്ടുണ്ട് വാപ്പാ, ഇതുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യണേ എന്ന് സയ്യിദുനാ ഫുലൈൽ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി മുഴുവൻ തടവറയിൽ ഒരു വിളക്കിന്റെ മീതെ ഒരൽപ്പം വെള്ളം ചൂടാക്കി ആ വെള്ളത്തിലാണ് തന്റെ പിതാവിന് നാളെ പ്രഭാതമാകുമ്പോ വുളൂ ചെയ്യാനുള്ളതെന്ന ബോധം ആ മകനിൽ ഉണ്ടായതുപോൽ ഒരു കുട്ടിയും തന്റെ പിതാവിനെ സ്നേഹിച്ചു കാണില്ലെന്ന് സയ്യിദുനാ ഹാറൂൻ റഷീദ്.
മുഴുവൻ ഉറക്കൊഴിച്ചത് വാപ്പാക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. വാപ്പയോ ഉമ്മയോ ദേഷ്യം പിടിച്ചുകൊണ്ടൊരു രാവ് നിങ്ങൾക്കുണ്ടായാൽ, വാപ്പയോ ഉമ്മയോ ദേഷ്യം പിടിച്ച ഒരു രാവ് നിങ്ങൾക്കുണ്ടായാൽ, പുലരുന്നതുവരെ അർശിന്റെ ചുവടെയുള്ള മാലാകമാര് നിങ്ങളെ ശപിക്കുമേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പയോ ഉമ്മയോ ദേഷ്യം പിടിച്ച ഒരു രാത്രി നിങ്ങൾക്കുണ്ടായാൽ അർശിന്റെ ചുവടെയുള്ള മാലാകമാര് പുലരുവോളം നിങ്ങളെ ശപിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവ് അവിശ്വാസിയാണെങ്കിൽ പോലും നിങ്ങളുടെ ബാധ്യതകൾ തീരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര രാവുകൾ, എത്ര ദിനങ്ങൾ, എത്ര അവസരങ്ങൾ, എത്ര നിമിഷങ്ങൾ നമ്മൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നിങ്ങൾ നിങ്ങളുടെ വാപ്പയോട് ഉമ്മയോട് ചൂടാവുന്ന സമയം, നിങ്ങളുടെ ശബ്ദമങ്ങ് ഉയരുന്ന സമയം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഓടിപ്പോകുമേ എന്ന് മുഹമ്മദ് മുസ്തഫ. വാപ്പയോട് ഉമ്മയോട് മക്കള് ചൂടാവുന്ന നേരം, അവരെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്ന നേരം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ സമയം റഹ്മത്തിന്റെ മാലാകമാര് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കാക്കണേ റബ്ബേ. പിതാവിനോട് മാതാവിനോട് ഒരൽപ്പസമയം നിങ്ങളൊന്ന് കയർത്തു സംസാരിച്ചാൽ റഹ്മത്തിന്റെ മാലാകമാരവിടെ നിന്ന് ഓടിപ്പോയി അല്ലാഹുവിന്റെ അസാബ് അവരിൽ വർഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ലാ തർഫഉ യദൈക അലൈഹിമാ, ഉപ്പയുടെ ഉമ്മയുടെ നേരെ ലാ തർഫഉ യദൈക അലൈഹിമാ, നിങ്ങളുടെ കൈകൾ ഉയർത്തരുതേ, ഉപ്പാക്ക് നേരെ ഉമ്മാക്ക് നേരെ വിരൽ ചൂണ്ടരുതേ എന്ന് അതാ ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു. ഇന്നഗ്ലബാക്, ഉപ്പയുടെ ഉമ്മയുടെ സംസാരം നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ മൗനം പാലിച്ചതു കേൾക്കണമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ പോയി. എന്നിട്ട് ഹബീബിനോട് പറയുകയാ, ഇന്നി അദ്നബതു ദംബൻ അലീമാ, നബിയേ ഞാനൊരു വല്ലാത്ത തെറ്റു ചെയ്തു പോയി നബിയേ, ഫഹല്ലി മിൻ തൗബത്തിൻ, എനിക്ക് തൗബയുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, അലക വാലിദാൻ, സഹോദരാ നിങ്ങൾക്ക് ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ? ബലാ യാ റസൂലല്ലാഹ്, ഉമ്മയുണ്ട് നബിയേ, വാപ്പയുണ്ട് നബിയേ. എന്നാ നിങ്ങൾ ചൊല്ലണേ അവരുടെ ചാരത്തേക്ക്, ഫബർറഹാ ഇദൻ, അവരെ ഒന്ന് നിങ്ങൾ സന്തോഷിപ്പിക്കണേ സ്വഹാബി, നിങ്ങളുടെ തിന്മകൾ അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗമാരെന്നറിയോ? മനാഖൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പ്രയാസം സൃഷ്ടിച്ചവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾക്ക് വിഷമം സൃഷ്ടിച്ചവനിക്കാണ് ഖിയാമത്ത് നാളിൽ കഠിന ശിക്ഷയുള്ളതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, മനസ്സിലാക്കണേ, സ്വർഗമാ സാധുക്കളുടെ കാലിന്റെ ചുവടയാണ്. മൂസാ കലീമുല്ലാഹിയോടുണർത്തുന്നു, മാതാപിതാക്കളെ വേണ്ടത് ദീർഘായുസാണതു കാരണം ലഭിക്കുന്നത്. അതുമാത്രമല്ലൊരു കുട്ടിയെയും അവന് ഞാൻ കൊടുക്കുന്നതാണ് എപ്പോഴും ഗുണം ചെയ്യുവാൻ. അല്ലാഹു തആല മൂസ നബിയോട് പറയുകയാ, പർവ്വതം ഇങ്ങനെ കയറുന്ന സമയം കാലുവഴുതി വീണുപോയപ്പോ മൂസാ നബിയോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്തെന്നറിയോ? ശ്രദ്ധിക്കണേ മൂസാ, ഇത്രയും കാലം നിങ്ങൾ സഞ്ചരിക്കുമ്പോ നിങ്ങൾക്ക് കാവലായിട്ട് നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥനയുണ്ട് മൂസ നബിയേ. ആ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. അതുകൊണ്ട് ഇനി നിങ്ങൾ പർവ്വത നിരകൾ താണ്ടുമ്പോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ശ്രദ്ധിക്കണേ മൂസ നബിയെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മൂസ നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രഖ്യാപനമാ. ഗുണം ചെയ്യണേ മൂസ നബിയെ, മാതാപിതാക്കൾക്ക് ദീർഘായുസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ദീർഘായുസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല അതുപോൽ നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെയും ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അവർക്കുള്ള മുമ്പിൽ കയറി നീ നടക്കല്ലേ, അതുപോലെ പേരിട്ടവരെ നീ വിളിക്കല്ലേ. മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കരുതേ, പേരെടുത്തുകൊണ്ടവരെ വിളിക്കരുതേ. അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ, നീ എത്ര കാലം അതിൽ കിടന്നു സുഖിച്ചതാ. കാണേണ്ട സമയം തെറ്റിയാൽ ക്ഷമയറ്റതാ, ഹബ്സില്ലവർ അകപ്പെട്ടപ്പോൾ തോന്നുന്നതാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ, വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ. തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന തത്വം സത്യമാ, ഉമ്മക്കു ശേഷം നിന്റെ സ്വന്തം ബാപ്പയാ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് എത്രമേൽ സുന്ദരമാണ്. എത്ര രാത്രികൾ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചതാ നമ്മുടെ മാതാപിതാക്കൾ. പാതിരാവിന്റെ സമയം നിലവിളിച്ചു നമ്മൾ കരയുമ്പോ മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട് പൊന്നുമോൻ ഉറങ്ങട്ടെ എന്ന് പാട്ടുപാടി, താരാട്ടു പാട്ടുപാടി വീടിന്റെ അങ്കണത്തിലൂടെ, വീടിന്റെ നടുവിലൂടെ എത്രമേൽ ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ പരിചരിച്ചതാ. അവർക്കിന്ന് പ്രായമായപ്പോ അവരുടെ ശബ്ദമൊന്ന് ഇടറുമ്പോ പ്രായമായ വാപ്പയും ഉമ്മയും അല്ലാ എന്നൊന്ന് പാതിരാത്രി വിളിക്കുമ്പോ ആ പ്രായമായ വാപ്പയുടെ ഉമ്മയുടെ ശബ്ദം പോലും നമ്മൾക്ക് ഒരു ആലോസരമായി തോന്നുമ്പോ സ്വർഗത്തിനെയാണ് നമ്മൾ അകറ്റുന്നത്, സ്വർഗത്തിനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഉപ്പയോടുമ്മയോടൊരാള് മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് സുജൂദ് ചെയ്താൽ ആ സുജൂദ് ആകാശലോകത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് തടഞ്ഞു വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയോട് പിണങ്ങിയവൻ എന്ത് സുജൂദാ, വാപ്പയോട് പിണങ്ങിയവൻ എന്ത് സുജൂദാ. അങ്ങനെയുള്ള സുജൂദുകളൊന്നും റബ്ബിനു വേണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗം വന്നവര് പ്രയാസപ്പെടുമ്പോ, പ്രായം വന്നവര് പ്രയാസപ്പെടുമ്പോ ലവലേശം വെറുപ്പില്ലാതെ, മനസ്സിലൊരു വിസമ്മതവും കൂടാതെ പൊന്നുപോലെ പരിചരിക്കാൻ ഏത് മക്കൾക്കാ കഴിയുന്നത്? സ്വർഗം അവർക്ക് വാജിബാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, പ്രായമായ ബാപ്പയും ഉമ്മയും അത് അല്ലാഹുവിന്റെ നിഅമതാണ്, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. ആരാണ് പ്രായം ചെന്നാൽ നോക്കാനുള്ളത്? മക്കൾ വാപ്പയെ ഉമ്മയെ തട്ടിക്കളിക്കുന്ന കാലം,
തറവാട്ടിൽ ഒറ്റക്കിട്ടൊരു സർവന്റിനെ വെച്ച് ഉമ്മയെയും വാപ്പയെയും അന്തസ്സോടെ ഞാൻ നോക്കുന്നുവെന്ന് വീമ്പ് പറയുന്ന കാലം ശ്രദ്ധിക്കണേ. സർവന്റ് അല്ല നിങ്ങളുടെ ഉപ്പയെ ഉമ്മയെ പരിചരിക്കേണ്ടത്. ജോലി തിരക്കുകൾ വർദ്ധിച്ചു, സമ്പത്ത് വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഉപ്പയും ഉമ്മയും നിങ്ങൾക്കൊരു മുടക്കായി മാറുന്നു. പ്രായമായ വാപ്പയും ഉമ്മയും ഒരു ബാധ്യതയായി മാറുമ്പോ തറവാട്ടിൽ അവരെ ഒറ്റക്ക് നിർത്തിയിട്ട് ഒരു ഹോം നേഴ്സിനെ കൂലിക്ക് നിർത്തുമ്പോ സ്വർഗമാണ് മാറ്റി നിർത്തിയതെന്ന ബോധ്യമുണ്ടാവണേ പ്രിയപ്പെട്ടവരെ. വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്ന കാലം ആരാണ് ഉമ്മയെ നോക്കാൻ എനിക്ക് തിരക്കാൻ? ഭാര്യക്ക് സമ്മതമല്ല, മക്കൾക്ക് സമ്മതമല്ല. ഉമ്മ ഇങ്ങനെ വല്ലതും പറഞ്ഞ് നടക്കുകയല്ലേ. ഈ വയസ്സാം കാലത്ത് ഇവരെ നോക്കാൻ ആർക്കാ കഴിയുക? അല്ലാഹുവേ, നീ ഞങ്ങളുടെ പ്രായമായ വാപ്പാക്കും ഉമ്മാക്കും ദീർഘായുസ്സോടുകൂടെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്വർഗം അവിടെയാണ്, സ്വർഗം അവിടെയാണ്. പരിസരത്തുള്ള ഒരു സഹോദരൻ, അല്ലാഹുവേ ആ പൊന്നുമ്മാക്ക് ശിഫ നൽകണേ റബ്ബേ, എന്നോട് വന്ന് പറയുന്നു, തങ്ങളെ ഉമ്മാക്ക് പ്രായമായിട്ടുണ്ട്, മാനസിക നില തെറ്റിയിട്ടുണ്ട്, പരിസര ബോധമില്ലാതെ ഉമ്മ കാഷ്ടിക്കാറുണ്ട്. എൻ്റെ ഭാര്യയും മക്കളുമാണ് വീട്ടിൽ കഴിയാറുള്ളത്. ഞാൻ അയാളെ വീട്ടിലേക്ക് ചെന്നു. നോക്കുന്ന സമയം വീടിന്റെ പരിസരങ്ങളിലൊക്കെയും കയറ് കെട്ടിയിട്ടുണ്ട്. നിയന്ത്രണം വിട്ട് ഉമ്മ പോവാതിരിക്കാൻ സോഫയിൽ ഇരിക്കാൻ നോക്കുമ്പോ ഒരു തുണി വിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതിലിരിക്കണം. ഉമ്മ എങ്ങാനും മൂത്രമൊഴിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അയാള് പറയാ, മാസങ്ങളായി ഞാൻ എൻ്റെ വീട് വിട്ടൊരു കല്യാണത്തിന് പോയി, എൻ്റെ ഭാര്യയും പുറത്തേക്കൊന്നും പോവാറില്ല. ഉമ്മ എവിടെയാണ് കാഷ്ടിക്കുക, ഉമ്മ എവിടെയാണ് മൂത്രമൊഴിക്കുക എന്ന് പറയാ ഞങ്ങൾക്ക് കഴിയില്ല. മാനസിക നിലയും തെറ്റിയിട്ടാ ഉമ്മ നിൽക്കുന്നത്. എൻ്റെ ഭാര്യ ചായ കൊണ്ടുപോയി കൊടുത്താൽ അത് കുടിച്ചൊരു5 മിനിറ്റ് കഴിയുമ്പോ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരോടുമ്മ പറയും, ഇവൾ എനിക്കൊരു പച്ചവെള്ളം കുടിക്കാൻ തരാറില്ല. വരുന്നവരെ മുമ്പിലൊക്കെയും എൻ്റെ ഭാര്യ ഒരു കൊടിയ ക്രൂരതയാണ്, ഒരു വല്ലാത്ത പീഡിപ്പിക്കുന്നവളായിട്ടാണ് ഉമ്മ പറയുക. ഒരല്പസമയം കഴിഞ്ഞാൽ പിന്നെയും ഉമ്മാക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഇവള് തന്നെയാ. ആ സഹോദരൻ ഇത് പറയുമ്പോ, അല്ലാഹുവേ ആ പൊന്നുമ്മാക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നുമുണ്ടല്ലോ റബ്ബേ പൊന്നുപോലെ ഉമ്മയെ നോക്കുന്ന ആളുകളുണ്ടല്ലോ. കണ്ണീര് കുടിച്ചു കഴിയുന്ന ഉമ്മമാരും നമ്മുടെ വീടുകളിലുണ്ട്. ഒന്ന് ശബ്ദിക്കാനുള്ള അനുവാദം കിട്ടാതെ പ്രയാസപ്പെട്ടൊരടിമയെ പോലെ വീട്ടിൽ കഴിയുന്ന വാപ്പമാരും നമ്മൾക്കിടയിലുണ്ട്. ഒന്ന് ശബ്ദിച്ചാൽ മർദ്ദനമേൽക്കുന്നവരുമുണ്ട്. സമീപകാലത്തല്ലയോ സാക്ഷര കൈരളി നമ്മൾക്ക് സാക്ഷിയായത്. തെക്കെന്ന് പറയുന്ന നാട്ടിലൊരു സഹോദരി, ഒരു ചെറുപ്പക്കാരി, ഒരു ടീച്ചർ തന്റെ മാതാവിനെ പുറത്തേക്ക് ചവിട്ടി തള്ളിവിടുമ്പോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനം എത്ര മനോഹരമാണ്. ഒരു അധ്യാപികയായ പെണ്ണ് പ്രായം ചെന്ന തന്റെ മാതാവിനെ, ഭർത്താവിന്റെ ഉമ്മയെ, ഭർത്താവിന്റെ മാതാവിനെ ചവിട്ടി പുറത്താക്കുന്നത് സാക്ഷര കൈരളി സാക്ഷിയായത് ദിവസങ്ങൾക്ക് മുമ്പല്ലയോ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും ഉണ്ടായിരിക്കെ സ്വർഗം നിനക്ക് നേടാൻ കഴിഞ്ഞില്ലേ, നീ പരാജയപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാന്റെ കണ്ണു നിറച്ച് നിനക്ക് ഹജ്ജ് വേണ്ടടാ, ഉമ്മായുടെ കണ്ണ് നിറച്ച് നിനക്ക് ജിഹാദില്ലടാ. വാപ്പായ വിഷമിപ്പിച്ചുകൊണ്ട് നിനക്ക് യാതൊരുവിധ അമലും ഇല്ലല്ലോ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഭർത്താവിന്റെ ഉമ്മ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. പീഡനം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുടെ ഉമ്മ എത്രയോ ഉണ്ട്. കയറി വന്ന മരുമകളുടെ മാരകമായ പീഡനങ്ങൾക്ക് വിധേയയായ ഭർത്താവിന്റെ ഉമ്മയുണ്ട്, സ്വന്തം ഉമ്മയുമുണ്ട്. പ്രയാസപ്പെടുന്നവരുടെ നമ്മുടെ നാട്ടില് ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിങ്ങൾ സന്തോഷത്തോടെ കാരുണ്യത്തോടെ ആ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയ അതിന് പരിപൂർണ ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തൻഹറുഹുമാ,
അവരൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ മറുത്തൊന്നും ചെയ്യരുതേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ദേഷ്യം വന്നാലും ആ ദേഷ്യത്തിന്റെ നോട്ടം നിങ്ങൾ നോക്കരുതേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രങ്ങൾ ഒരുപാടാണ്, ഹദീസുകൾ ഒരുപാടാണ്, ആയാത്തുകൾ ഒരുപാടാണ്. ഇതൊക്കെയും ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ. പ്രായമായ വാപ്പയും ഉമ്മയും അല്ലാഹുവിന്റെ അപാരമായ നിഅമത്തായി കാണണേ. അവരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷവും നമ്മൾക്ക് വേണ്ട, അവരുടെ കണ്ണ് നിറച്ചുകൊണ്ടുള്ള ഒരു ആനന്ദവും നമ്മൾക്ക് വേണ്ട. പരിചരിക്കാൻ കഴിയുമെങ്കിൽ എത്ര പ്രായം ചെന്നാലും നമ്മളെ എത്ര പ്രയാസപ്പെടുത്തിയാലും പൊന്നുപോലെ അവരെ പരിചരിക്കാൻ സാധിച്ച സ്വർഗം നിങ്ങളെ മാടി വിളിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഉമ്മമാരാ നിറകണ്ണുകളോടെ കഴിയുന്നത്. മക്കൾ ഇങ്ങനെ തട്ടിക്കളിക്കുകയല്ലയോ. ഒരു ദിവസം ഒരു വീട്ടില് അന്ന് കിടക്കയും പായയും എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് 2 ദിവസം അവിടെ താമസിച്ച മകള് പറയാ, ഇനി ഉമ്മ നിങ്ങൾ ആങ്ങളയോടൊപ്പം പോവണേ, നിങ്ങൾ ആ വീട്ടിലേക്ക് പോവണേ, നിങ്ങൾ ഇവിടെ രണ്ടായില്ലേ. ദിവസങ്ങൾ കഴിയും തോറും, ആഴ്ചകൾ കഴിയും തോറും പൂച്ച അതിന്റെ കുട്ടികളെ കടിച്ചു പിടിച്ച് കൊണ്ടുപോകും പോലെ കിടക്ക പായയും വസ്ത്രവും എടുത്തുകൊണ്ട് പല വീടുകളിൽ അന്തിയുറങ്ങേണ്ട ഗതിയില്ലാത്ത അവസ്ഥ വരുന്ന സാധുക്കളായ പൊന്നുമ്മമാരും ബാപ്പമാരും നമ്മുടെ പരിസരത്തുണ്ടാകുമ്പോ നിസ്കാരത്തയമ്പുകൾ കൊണ്ട് രക്ഷപ്പെടില്ല, തസ്ബീഹ് മാലകൾ കൊണ്ട് രക്ഷപ്പെടില്ല, തഹജ്ജുദുകൾ കൊണ്ട് രക്ഷപ്പെടില്ല, റമളാനല്ല, ശഅബാനല്ല, റജബല്ല, ദാനധർമ്മമല്ല, ഉമ്മായുടെ പൊരുത്തമില്ലാതെ വാപ്പായുടെ പൊരുത്തമില്ലാതെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. അല്ലാഹു തആല നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഹദീസാണ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ പഠിപ്പിച്ചതാണ്. സ്വർഗ്ഗം അവിടെയാണ്. ഒന്ന് സന്തോഷത്തോടെ കുറച്ചു നേരം അവരോട് സംസാരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു തുണിയൊക്കെ തലയിൽ കെട്ടിയിരിക്കുന്ന ഒരു സാധുവാണ്. കാണുന്ന സമയം ഒരു വാപ്പയുടെ ഗെറ്റപ്പ് ലഭിച്ചില്ലെന്നിരിക്കാം. അടുക്കളയിൽ കരിപുരണ്ട സ്ഥലത്ത് ചുക്കിച്ചുളിഞ്ഞ രീതിയിൽ പുറകയിൽ പണിയെടുക്കുന്ന ഒരു സാധുവായ പെണ്ണ്. നോക്കൂ നിങ്ങൾ, അവരോട് സ്നേഹത്തോടെ ഒന്നും നോക്കാനാണ് പരിശുദ്ധ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. കാഴ്ചയിൽ നാലാളെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനല്ല, ഒരാളോട് പറഞ്ഞ് നിങ്ങളുടെ വാപ്പ എന്ന സ്ഥിരീകരണം നടത്താനല്ല. ഖൽബിന്റെ ഉള്ളിൽ ഉപ്പ എന്ന ഉമ്മ എന്ന തോന്നൽ ഉത്ഭവിച്ച് അല്ലാഹുവേ ഇതെന്റെ സ്വർഗമല്ലയോ, ഇതെന്റെ പറുദീസയല്ലയോ, ഇതെന്റെ വിജയമല്ലയോ എന്ന തോന്നൽ ഖൽബിന്റെ ഉള്ളിൽ നിന്നുണ്ടാവലാൻ. ഉപ്പാക്കും ഉമ്മാക്കും ചെലവിന് നൽകുന്നതിന്റെ കണക്കു പറയുന്ന മക്കൾ കഴിയുന്ന കാലം ഉപ്പാ ചെലവൊക്കെ കൂടുതലാണ്, ഉമ്മ നിങ്ങൾ കഴിക്കുന്നതൊക്കെ കുറക്കണേ, നിങ്ങളുടെ ട്രാവലിംഗ് ഒക്കെ ചുരുക്കണേ. ഉമ്മാക്ക് രോഗം വന്നാലൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാൻ നേരമില്ലാത്ത മക്കൾ, വാപ്പാക്ക് അസുഖം വന്നാൽ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവാൻ സമയമില്ലാത്ത മക്കൾ ജീവിക്കുന്ന കാലം. നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചോ, നിങ്ങൾ വണ്ടി വിളിച്ചോ, അതിന്റെ പൈസ ഞാൻ കൊടുക്കാം. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, പരിചരിക്കണേ. അൽ ജന്നത്തു തഹത ഖദാമിൽ ഉമ്മഹാത്ത്. സ്വർഗമാ കാലിന്റെ ചുവടയാ, സ്വർഗമാ കാലിന്റെ ചുവടയാ. നിസ്കാരത്തിലാണേൽ പോലും ഉമ്മ വിളിച്ചാൽ ആ നിസ്കാരത്തിൽ മറുപടി നൽകണമേ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. നിസ്കാരം അല്ലാഹുവിനോടുള്ള മുനാജാത്താണ്, അല്ലാഹുവിനോടുള്ള സംസാരമാണ് നിസ്കാരം. പക്ഷേ റബ്ബിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉമ്മ എങ്ങാനും വിളിച്ച ആ റബ്ബിനോടുള്ള സംസാരം നിർത്തിയിട്ട് ഉമ്മായുടെ വിളിക്കുത്തരം കൊടുക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. പ്രായമായ ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘായുസോടെ ആഫിയത്ത് നൽകണേ അല്ലാ. മൺമറഞ്ഞു പോയവരുണ്ട് റബ്ബേ,
സ്വർഗം നൽകണേ അല്ലാ. റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ. ഉപ്പാക്കും ഉമ്മാക്കും ഏതൊരു മകനെയാണോ മകളെയാണോ തൃപ്തിയുള്ളത് അവരോട് അല്ലാഹുവിനും തൃപ്തിയാ. അല്ലാഹുവേ, ഞങ്ങളെന്ന മക്കളാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ തൃപ്തിയടങ്ങുന്നവരായി മാറ്റണേ അല്ലാ. ഞങ്ങൾ കാരണമാ സാധുക്കളുടെ കണ്ണുനീ നിറക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ കാരണം ഞങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് നീ വിഷമിപ്പിക്കല്ലേ അല്ലാ. അറിവില്ലായ്മ കൊണ്ട് വല്ല അപരാധവും ഞങ്ങൾ പറഞ്ഞു പോയെങ്കിൽ റഹ്മാനായ റബ്ബേ, എത്ര തവണ ഞങ്ങൾ അവരോട് തർക്കിച്ചു സംസാരിച്ചവരാ. ഞങ്ങൾ ശബ്ദമുയർത്തി അവരെ ഞങ്ങൾ അടക്കി നിർത്തിയതാ. അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് റബ്ബേ, നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ആറടി മണ്ണിൽ അന്തിയുറങ്ങുന്ന ഞങ്ങളുടെ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഈ നൂറുകണക്കിന് ആമീനുകൾ അവരുടെ ഖബറിലേക്കൊരു വെളിച്ചമായി എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അനാദരവുകൾ പലതും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് പ്രദാനം ചെയ്യട്ടെ. ഈ ഉമ്മയും തന്നെയാണ് സ്വർഗം. അതിനെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരവും വേണ്ട, ഒരു ദിക്റും വേണ്ട. നമ്മൾക്ക് നിസ്കാരം, ഓത്ത്, സ്വലാത്തൊക്കെ വല്ലാതെ ചെയ്യാം. പരിഗണിക്കേണ്ട ആ മാതാപിതാക്കളെ പരിഗണിക്കാതെ ചെയ്യുന്നതൊക്കെ വൃഥാവിലായി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു സ്വാലിഹ്യങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. മാതാപിതാക്കൾ അല്ലാഹുവിൻ്റെ ഒരു വലിയ നിഅ്മത്താണ്, തൗഫീഖ് ഉണ്ടാവുന്നതാണ്. ഉപ്പായും ഉമ്മായും വേണ്ടുന്ന രൂപത്തിൽ ഒരാൾ പരിഗണിച്ചാൽ അതിൻ്റെ തൗഫീഖ് അയാൾക്കുണ്ടാവും. അയാൾ ദുനിയാവ് ആഖിറത്ത് അതിൻ്റെ വഴിക്ക് നടക്കും. മുസ്നബി ആ മനുഷ്യൻ സ്വർഗത്തിലായത് ഉമ്മാക്ക് ആ അവസാന സമയം പരിഗണന കൊടുത്തു എന്നാണ്. നിങ്ങൾ അല്ലാഹു കാക്കട്ടെ. നിങ്ങൾക്ക് പൊന്നുപോലെ നോക്കാൻ പറ്റുമോ? നോക്കുക, കാഴ്ചക്ക് ഉണ്ടാവില്ല. ഒരാൾ മുമ്പിൽ എൻ്റെ വാപ്പയാന്ന് പറഞ്ഞ് ചിലപ്പോൾ ചൂണ്ടിക്കാഴ്ച കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വാപ്പ ഉണ്ടാവുണ്ടല്ലോ. ആ മനുഷ്യനില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ആ ഉമ്മ ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവണം. അവരുടെ ദുആയാണ് നമ്മളുടെ വിജയം, വളർച്ച, നമ്മുടെ തിരക്ക്. ആ തിരക്കൊക്കെ കൂടുമ്പോൾ ഉമ്മയും ബാപ്പയും സെക്കൻഡറി ആയി മാറുക. അവർ തന്നെയാണ് പ്രൈമറി, അവർക്കാണ് പ്രയോറിറ്റി. എന്നിട്ടേ ബാക്കി ഉണ്ടാവാൻ പാടുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഒരു ചരിത്രം കാണാമല്ലോ. ഒരു പെണ്ണിനെ കെട്ടിയപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം, ഉമ്മ പറയുന്നുണ്ട് ഉമർ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ. ഉമ്മ പറഞ്ഞു ത്വലാഖ് ചൊല്ലി വേണ്ട. ആ വാക്കിന് അത്രയും പ്രാധാന്യം പരിശുദ്ധ ദീൻ നൽകുന്നു. അസുഖവും പ്രയാസവും അവർക്ക് വരുമ്പോൾ പരമാവധി നോക്കുക. എനിക്കറിയുന്ന എത്രയോ സഹോദരന്മാരുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരെയൊക്കെ പൊന്നുപോലെ നോക്കിയവർ. അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കട്ടെ, അതൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. പ്രായം ചെന്ന് ഓക്സിജൻ കൊടുത്തിട്ടൊക്കെ ഉമ്മ കിടപ്പിലായപ്പോഴും വസ്ത്രത്തിലൊക്കെ ഉമ്മയുടെ മൂത്രം വന്നപ്പോഴും പൊന്നുപോലെ അവരെ നോക്കിയ ആളുകൾ നമ്മുടെ ഇന്നാട്ടിൽ തന്നെയുണ്ട്. അവരൊക്കെ മൺമറഞ്ഞു പോയി. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ബാപ്പയും ഉമ്മയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയമാണ്. നാളെ എൻ്റെ വന്യപിതാവിൻ്റെ 7ാമത്തെ ആണ്ടാണ്. അല്ലാഹു തആല അവരുടെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ, നമ്മൾ കാണുന്ന ആളുകൾ, അവിടങ്ങളിലൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലല്ലാതെ മറ്റെന്താ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവരൊരു വലാ തൻഹറുഹുമ, ഒരു സംഗതി പറഞ്ഞാൽ എന്താണ് വാപ്പ എന്ന് ചോദിക്കരുത് എന്നാണ്. അത് ചോദിക്കാൻ നിൽക്കരുത്. അപ്പറഞ്ഞ സംഗതി ചെയ്തു കൊടുക്കാൻ. വലാ തൻഹറുഹുമ, അവരുടെ സംഗതി പറഞ്ഞാൽ അതിന് എതിരായിട്ടൊന്നും പറയാതിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിഅ്മത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിയാം. അല്ലാഹു തആല നമ്മളുടെ ഈ സദസ്സിനെയൊക്കെ സ്വീകരിക്കട്ടെ. നമ്മളുടെ മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് അല്ലാഹു പരിശുദ്ധ സ്വർഗം വാജിബാക്കി കൊടുക്കട്ടെ.
പ്രായം ചെന്ന് രോഗികളായി കിടപ്പിലായ ഒരുപാട് മാതാപിതാക്കൾ, ഒരുപാട് ഉപ്പമാർ, ഉമ്മമാർ നമ്മുടെ ഈ മഹല്ലച്ചിൽ നമ്മളോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു തആല പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യട്ടെ. മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ അല്ലാഹു അവർക്കൊക്കെ പരിശുദ്ധ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾ, ഉമ്മയെയും ബാപ്പയെയും പ്രയാസം കൊണ്ട് നോക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല അതിൻ്റെ എളുപ്പം ചെയ്തു കൊടുക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇവിടെ കുറച്ച് തേൻ ഇന്നലെയും കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ കുറച്ച് തേനുണ്ട്, അത് പറ്റുന്ന ആളുകളൊക്കെ ഇന്നലെ പിന്നെ നൽകി, അതിൻ്റെ ബാക്കിയാണെന്നാണ് ഇന്നലെ കൊടുത്തത്. 313 രൂപ മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ എണ്ണമാണല്ലോ. എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഹബീബായ നബി തങ്ങളിലേക്ക് വന്ന സമയം ഇയാൾ പോയ സമയം ഇയാളുടെ മാതാപിതാക്കൾ കരയുന്നുണ്ട്. വീട്ടിൽ നിന്നും മകൻ പോയല്ലോ. വാപ്പയായ ഉമ്മയായ പ്രായം ചെന്ന 2 മാതാപിതാക്കൾ ഈ കുട്ടി എന്നാണ് പറയാൻ പറ്റുന്നത്, അറിയിച്ചത്. അപ്പോൾ ഏതായാലും നമ്മുടെ സംഘാടകർ കൊണ്ടുപോയിക്കോട്ടെ, അവർ വാങ്ങിക്കോളും. സഹോദരിമാരും നിങ്ങളും നല്ല ഒരു നീയത്ത്, നിങ്ങളൊന്നും നിങ്ങളുടെ വാപ്പാക്കും മോക്കും കണക്കാക്കി പരിശുദ്ധമായ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു തആല ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്ക്, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ശഅബാൻ 3 ഇല്ല അല്ലാഹു തആല അവരുടെ ഖുറവായ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് കാലം നമ്മുടെ നാടിനും പരിസരത്തുള്ള നാടിനൊക്കെ നേതൃത്വം നൽകിയൊരു മഹാമനുഷ്യനാണ്. ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിൻ്റെ സമയം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതേപോലെ ഓരോരുത്തരുടെയും അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിയത്താക്കിയിട്ട് ഒരു 313 ഇപ്പോൾ കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ പേരോ മറ്റോ നമ്മുടെ സംഘാടകർക്ക് പറഞ്ഞു കൊടുക്കുകയും, എന്നിട്ട് നീയത്ത് അത് നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കുമാണ്, വേറെ ആർക്കുമല്ല. എന്നിട്ട് നിങ്ങൾ കൂടി ഒരു മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ഒന്ന് ചോദിച്ചു, നബിയെ ഉമ്മയും മരണപ്പെട്ടു, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങൾ പറഞ്ഞു, മദീനയിൽ ഒരു കിണർ നിങ്ങൾ കൊഴിച്ചു കൊടുക്കും, മദീനക്കാർക്ക് ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല, അപ്പോൾ ഒരു കിണർ മദീനയിൽ കൊഴിച്ചു കൊടുക്കും എന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്കെന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക? നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും അനശ്വരമായ ഈ ലോകത്ത്, നശ്വരമായ ഈ ലോകത്ത് നമ്മൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അവരുടെ പേരിൽ ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരു മഹാന്റെ ചാരത്തു നിന്ന് ഈ സദസ്സിൽ നമ്മൾ നിലകൊള്ളുന്ന സമയം ഒരു 313 രൂപ എൻ്റെ ഉപ്പാക്കാണ്, അത് ഉമ്മാക്ക്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണോ? എന്നാൽ അവർക്ക് ദീർഘായുസോടെ ആഫിയത്ത് റബ്ബേ കൊടുക്കണേ എന്ന നീയത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. ജീവിച്ചിരിക്കുകയാണ് ഉപ്പയും ഉമ്മയും, എന്നാൽ അവർക്ക് ദീർഘായുസും ആഫിയത്തും റബ്ബേ ഉണ്ടാവണം എന്ന നീയത്തിൽ നമ്മുടെ സഹോദരിമാരും വന്നിരിക്കുന്നവരൊക്കെ ഓരോ കുപ്പി തേന് നിങ്ങൾ എടുക്കുക. അതിൽ അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അവർക്ക് അതിലൂടെ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മൺമറഞ്ഞു പോയവരാണെങ്കിൽ ഇതിൻ്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉഖറവിയായ ദറജ നീ അവർക്ക് ഉയർത്തി കൊടുക്കണേ റബ്ബേ. പ്രത്യേക ദുആ ചെയ്യാനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ വാരിസ് ഉദവയുടെ ഭാര്യയുടെ ഉപ്പയുടെ ഉപ്പ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അതുപോലെ ഇന്ന് പായസം കൊടുത്ത വീട്ടിലെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സ്ഥലവും സൗകര്യവും ചെയ്തു തന്നത് ഒരു അമുസ്ലിം സഹോദരനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് എനിക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ അങ്ങനെയാണ്. അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരന്മാർ, 2 ആഴ്ച മുമ്പ് വഅദിന് പോയതൊരു പിന്നെ ആയിഞ്ചേരി ഭാഗത്ത് കാക്കുനെ പരിസരത്താണ്. അവിടെ സൗകര്യം ചെയ്തു കൊടുത്തതും അമുസ്ലിമീങ്ങളാണ്. അന്നത്തെ പായസം നൽകിയതും അമുസ്ലിമീങ്ങളായ 2 സഹോദരന്മാരാണ്. അല്ലാഹുവർക്കൊക്കെ അർഹമായ കൂലിയും ഹിദായത്തും പ്രദാനം ചെയ്യട്ടെ. തന്നെ കഴിഞ്ഞ നമ്മുടെ ഉറൂസിന് മുഴുവനായും പായസം കൊടുത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെന്നാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്നേഹവും ഐക്യവും നമ്മളെ നിലനിർത്തി തരട്ടെ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്നേഹം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കിയാൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും.
അതേപോലെ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം പരിപാടിക്ക് വേണ്ടി തന്ന റിയാസ് എന്ന സഹോദരൻ, അള്ളാഹു തആല അദ്ദേഹത്തിന് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു പ്രവർത്തകൻ, കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനും മരിച്ചുപോയ ഉമ്മാമയുടെ പേരിൽ 25 കിലോ ഒരു സഹോദരൻ സംഭാവന ചെയ്തിട്ടുണ്ട്. അതേപോലെ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അഭിവന്ദരായ നമ്മുടെ ഖതീബ് ബാക്കവി ഉസ്താദ് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അദ്ദേഹത്തിനിക്ക് ദീർഘായുസ്സോടുകൂടെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അതേപോലെ മിദൂക്ക ഷുക്കൂർ അവരുടെയൊക്കെ ഉമ്മ അടുത്തിടെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. പ്രവാസികളായ നമ്മുടെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ്, നമ്മുടെ ചെറുപ്പക്കാർ, അവരൊക്കെ വല്ലാതെ പ്രവാസ ലോകത്ത് നിന്ന് നമ്മുടെ നാടിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇന്നിപ്പോൾ പരിപാടി എനിക്ക് തോന്നുന്നു കുറച്ച് വിപുലമായിട്ട് തന്നെ സംഘടിപ്പിച്ചു. ഇതിൻ്റെ പ്രവർത്തകർ, ഇതിൻ്റെ പിന്നിൽ ഓടി നടക്കുന്നവർ, അണിയറയിൽ പ്രവർത്തിച്ചവർ, അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ കൂലി പ്രദാനം ചെയ്യട്ടെ. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആണ്ട് ദിവസമാണ്. അല്ലാഹു മഹാനുഭാവൻ്റെ ഒരു ചെറിയ വലിയ മനുഷ്യനാണ്, കാഴ്ചക്ക് ഒരു ചെറിയ, എന്നാൽ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. 100 കണക്കിന് മഹല്ലത്തിൻ്റെ ഖാദിയായ ഒരേ ഒരു മനുഷ്യൻ. പാണക്കാട് ചരിത്രത്തിൽ പോലും ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നാൽ 100 കണക്കിന് മഹല്ലത്തിൻ്റെ ഖലാഇന് അധികാരമുള്ളൊരു മനുഷ്യനാണ്. ഹൈദരലി തങ്ങളെ പട്ടിക്കാട് ജാമിഅനൂരിയിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയ PMSA പൂക്കോയ തങ്ങൾ ഒരിക്കൽ ചെന്ന് നോക്കുമ്പോൾ ഹൈദരലി തങ്ങൾക്ക് സെപ്പറേറ്റ് കട്ടിൽ കണ്ടു. അപ്പോൾ പൂക്കോയ തങ്ങൾ ഉസ്താദുമാരോട് പറഞ്ഞു, എന്തിനാ ആറ്റപ്പൂവിന് കട്ടിൽ? അത് നിങ്ങളെ മോനല്ലേ? എൻ്റെ മോനാണെങ്കിൽ എല്ലാവരും നിലത്തെങ്കിൽ എൻ്റെ മോനും നിലത്ത്, അതുകൊണ്ട് ആറ്റപ്പൂവിനെ നിലത്തിരുത്തി പഠിപ്പിച്ചോ. മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ഹൈദരലി ശിഹാബ് തങ്ങൾ കുളിച്ചു വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട്, നിങ്ങളാ സോപ്പുണ്ടല്ലോ, നിങ്ങൾ ദേഹത്ത് പുരട്ടിയ ആ സോപ്പിൻ്റെ കഷ്ണം എനിക്കൊന്ന് തരീൻ. ഹൈദരലി തങ്ങൾ ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്, ഞാൻ അതുകൊണ്ടൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ട സ്നേഹിതൻ ഹുദവി ഉസ്താദ് നിങ്ങൾക്ക് വിശാലമായിട്ട് അതൊക്കെ പറഞ്ഞു തന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. പുഞ്ചിരിയല്ലാതെ ഹൈദരലി തങ്ങളുടെ മുഖത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എവിടെയെങ്കിലും. നിങ്ങൾ സോഷ്യൽ മീഡിയ അന്വേഷിക്കുക, ഒന്ന് ചൂടാവുന്ന ഒരു സിറ്റുവേഷൻ. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും ഉമ്മത്തിനും വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ ഒരുപാട് കേൾക്കേണ്ടി വരും. എല്ലാ ആൾക്കാർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല. ഈ ദീന് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടി ഒന്നല്ല. അതിപ്പോൾ ഒരു മഹല്ലാണെങ്കിലും 1000 മഹല്ലാണെങ്കിലും നമുക്കൊക്കെ ഒന്നും ഇപ്പോൾ ഒരു മഹലിനെ കൊണ്ടുപോകാൻ പറ്റണില്ല. അനിഷ്ടങ്ങളുണ്ടാവും, അപരാധങ്ങളുണ്ടാവും, അപകീർത്തനങ്ങളുണ്ടാവും, ഗോഷിപ്പുകളുണ്ടാവും, റൂമറുകളുണ്ടാവും. അപ്പോൾ പിന്നെ ആയിരക്കണക്കിന് മഹല്ലത്തിൻ്റെ കലാ ഒരു മനുഷ്യനിക്ക് അല്ലാഹു തൗഫീഖായിട്ട് കൊടുക്കുമ്പോൾ പല വാക്കുകളും അവരെക്കുറിച്ചൊക്കെ കേൾക്കേണ്ടി വരും. കേൾക്കുന്നതിലൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വലിയ മഹാന്മാരാവും. മൻ ആസാലി വലിയൻ ഫഖദ് ആസൻതുഹു ബിൽ ഹർബ്. അള്ളാഹുവിന് വേണ്ടപ്പെട്ട ആളുകളെ വാക്കുകൊണ്ടോ മറ്റോ നിങ്ങൾ വിഷമിപ്പിച്ചാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അള്ളാഹു തആല സ്വാലിഹീങ്ങളിൽ നമ്മളെയൊക്കെ ചേർത്തി തരട്ടെ. അപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന് അള്ളാഹു തആല അവരുടെ ഉഖറവിയായ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അഭിവന്ദരായ എൻ്റെ പിതാവ് അള്ളാഹു തആല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എന്തെങ്കിലും ആയെങ്കിൽ അത് നമ്മുടെ വാപ്പ കാരണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അള്ളാഹു പരലോക ദറജ ഉയർത്തി കൊടുക്കട്ടെ. പരലോക ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മളുടെ ഷെയ്ഖ്, മുറബ്ബി, നമ്മുടെ വഴികാട്ടി ഒക്കെയും നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയുമായി മാറണം. അള്ളാഹുവേ, സാധുക്കൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാന്, സ്വർഗം നൽകണേ റഹ്മാന്, സ്വർഗം നൽകണേ റഹ്മാന്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ. പ്രിയപ്പെട്ട ഫാത്തിമ നാളെ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ. അള്ളാഹു തആല അതിൽ പരിപൂർണ വിജയം ആ പൊന്നുമോൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം നിർവഹിക്കാനും ഖൈറായ രീതിയിൽ ഉയർന്നു പോകുവാനും അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ വല്യുമ്മയിലൊക്കെ അള്ളാഹു തആല ദീർഘായുസ്സോടുകൂടെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ആ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ.
അടുത്തതായി ഇവിടെ മൊമൻറ്റോ വിതരണമാണ്. ഫാളില ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള മൊമൻറ്റോ ആണ്. SYS SKSSF മിത്തൽമുദിയങ്ങ യൂണിറ്റിൻ്റെ വക. അത് നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളാണ്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി റസ്നിയ റഷ ഫാളില, ഫാത്തിമ നസ്ല ഫാളില, ഷാന ഷെറിൻ ഫാളില, ഈ 3 വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളെ സ്റ്റേജിലേക്ക് ആദരവും ക്ഷണിക്കുന്നു. അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ. റസ്നിയ റഷ ഫാളില. ചെറിയ ഒരു ദ്വാ നടത്തിയിട്ട് പുറത്തുള്ള ആൾക്കാർ ഒന്ന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. കൈ കടയണവരെ ഒന്നും ഞാൻ ദ്വാരക്കൂല. ഒന്ന് മുമ്പോട്ട് നിങ്ങൾ നിന്നോ, ഒന്ന് എല്ലാവരും ഒന്ന്, ആണുങ്ങൾ മാത്രം കേട്ടോ. പക്ഷേ ഒന്ന് മുമ്പോട്ട് വന്നാൽ ചെറിയ ദ്വാ നടത്തിയിട്ട് നമുക്ക് പിരിയാം. ആ തേന് കഴിഞ്ഞോ, കൊടുത്തു കഴിഞ്ഞോ? സഹോദരിമാർക്കൊക്കെ ഒന്ന് കുടിക്കുക. ആ തേൻ എല്ലാ ആൾക്കാരും, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ, അവരെ മനസ്സിലാക്കാണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മൾക്ക് ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ ഞാൻ വരുന്ന സമയമൊക്കെ വാട്സപ്പിലൂടെ മറ്റൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ കൂലി പ്രദാനം ചെയ്യട്ടെ. പേരെടുത്തോ മറ്റോ വിട്ടുപോയ ആളുകളൊക്കെ ഉണ്ടാവും, മെൻഷൻ ചെയ്തിട്ടും പറയാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ കെ മുഹമ്മദ് അല്ലാഹു തആല അവരുടെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിനും വേണ്ടി ഒരുപാട് ചെയ്ത ഒരു മനുഷ്യനും അവരും അവരുടെ ഭാര്യയും അവസാന സമയം ഒരുപാട് പ്രയാസപ്പെടുകയും എന്നാൽ മക്കൾ നല്ലതുപോലെ അവരെ പരിചരിക്കുകയും ചെയ്തു. ഞാനതിനൊരു അനുഭവസ്ഥനാണ്. അല്ലാഹു തആല അതിൻ്റെ കൂലി ആ മക്കൾക്കും അവരുടെ പരലോകം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതെ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അതിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത്തവണ വെച്ചാൽ ഗവൺമെൻറ്റിലൊക്കെ നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് ആളുകൾക്കൊക്കെ ഹജ്ജിന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാനും പറ്റി. അല്ലാഹു തആല വഴിയാലും മാർഗത്താലും ശരീരത്താലും ഒരു പ്രയാസമില്ലാതെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ നാട്ടിലൊക്കെ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ ഇവിടെയുണ്ട്. ആ കുടുംബത്തിൻ്റെ വീട് അവർക്കതിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാൻ. അതേപോലെ നമ്മുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, അവരൊക്കെ വലിയ പ്രയാസമുള്ള ആളുകളാണ്. മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരു ചെറുപ്പക്കാരി മാനസികമായി വല്ലാതെ പ്രയാസപ്പെടുന്നു. അല്ലാഹു അനുയോജ്യനായ ഒരു ഇണയെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. വഴികളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എപ്പോഴും സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു അല്ലാത്തതൊക്കെയും ബാത്തിലാണെന്നുള്ള ബോധ്യമുണ്ടായി മാറുക. നമ്മുടെ വിശ്വാസം എല്ലാം നമ്മൾക്ക് വേണം. എന്നാൽ ഖിബില ഒന്നാണ്, അല്ലാഹു ഒന്നാണ്, സുജൂദ് ഒരുവനിലേക്കാണ്, അന്ത്യം മരണം എല്ലാവർക്കും ഒന്നാണ്, ഖബർ ഒന്നാണ്, വിചാരണ ഒന്നാണ്. ഈ ബോധ്യമുണ്ടായി ഒരാളെയും വിഷമിപ്പിക്കാതെ, ഒരാളുടെ മനസ്സിലും വെറുപ്പ് സമ്പാദിക്കാതെ നല്ലത് പറയാൻ സാധിക്കുമോ പറയുക. നമ്മൾ കാരണം ഒരാളെയും വേദനിപ്പിക്കരുത്. ഞാൻ ഒരാൾക്ക് ഭാരമാകുന്നുവെന്ന് തോന്നുന്ന സമയം മാറി നിൽക്കുക. ബാപ്പയെയും ഉമ്മയെയും കണ്ണ് നിറക്കാതെ നോക്കാൻ പറ്റുമെങ്കിൽ അത് പരിപൂർണമായിട്ട് ആ കൂലി നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹു താല ഓട്ടിസം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കുട്ടി അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. അതേപോലെ പ്രിയപ്പെട്ട സ്നേഹിതൻ സാജിറിൻ്റെ മോന് ചെറിയൊരു പ്രയാസം ആ കുട്ടിക്ക് വന്നു. ഇപ്പോൾ ആ കുട്ടി ജീവിതത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വരികയാണ്. അള്ളാഹു തആല പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ അവരൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ. ചെറിയൊരു ദുആ നിങ്ങൾ നല്ലോണം ആമീൻ പറയാം. പെട്ടെന്ന് ഞാൻ ദുആ അവസാനിപ്പിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ സാധുക്കളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഈ നേരത്തെ സ്വീകരിക്കണേ റബ്ബേ, ഈ സദസ്സിനെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗം ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മൺമറഞ്ഞു പോയ ഉപ്പയും ഉമ്മയും ഉണ്ട്. അല്ലാഹുവേ എൻ്റെ ബാപ്പയും ആറടി മണ്ണിലാണ്. സ്വർഗം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സോടെ ആഫിയത്ത് നൽകണേ റബ്ബേ. ഈ ആമീൻ പറയുന്നവരുടെ മാതാപിതാക്കളിൽ ഈ പള്ളിയുടെ പരിസരത്തും പല പള്ളിയുടെ മൈതാനിയിലുമായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നവർ, നീ അവരുടെ ഖബർ സ്വർഗീയ ഖബറാക്കണേ അല്ലാഹ്. അല്ലാഹുവേ രോഗം തന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കിടപ്പിലാക്കല്ലേ അല്ലാഹ്. ഉപ്പയെയും ഉമ്മയെയും കൺമുന്നിൽ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. പൊന്നുപോലെ നോക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ആ പുഞ്ചിരി നിലനിർത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സഹധർമ്മിണികൾ, ജീവിത പങ്കാളികളിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. സ്നേഹം നിലനിർത്തണേ അല്ലാഹ്. അകൽച്ചയില്ലാത്ത സ്നേഹം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഖൈറും ബർക്കത്തും ചെയ്യണേ റബ്ബേ. ഞങ്ങളെ കാത്തു നിൽക്കുന്നവരാണ് ഞങ്ങളുടെ ഇണകൾ, അവരിലേക്ക് സർവ്വ സന്തോഷവും വർഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിൻ്റെ സന്തോഷം തകർക്കല്ല റബ്ബേ. അപകട മരണം നൽകല്ലേ അല്ലാഹ്. മാരക രോഗം നൽകല്ലേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാർ, അല്ലാഹുവേ അവർക്ക് ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ സ്ഥല സൗകര്യം ചെയ്തവർ, പായസം നൽകിയവർ, സംഭാവനകൾ ചെയ്തവർ, തേനേറ്റെടുത്തവർ, പല രീതിയിൽ ഈ പരിപാടിയോട് സഹകരിച്ചവർ റബ്ബേ, നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്തൊരു വിഷയമാണോ ഞങ്ങൾ അലട്ടുന്നത്? മക്കളില്ലാത്തതാണോ? സമ്പത്തില്ലാത്തതാണോ? ജോലിയില്ലാത്തതാണോ? അനുയോജ്യരായ ഇണകളെ ലഭിക്കാത്തതാണോ? ദാമ്പത്യമാണോ? അല്ലാഹ് ശാരീരികമാണോ? എന്തൊരു വിഷയമാണോ ഞങ്ങൾ പ്രയാസപ്പെടുന്നത്? അൻത തഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹുവേ ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. മോചനം തരണേ റബ്ബേ. അല്ലാഹുവേ മരിക്കുന്ന സമയം ഈമാൻ കിട്ടി മരിക്കാനുള്ള ഭാഗ്യം നൽകു റബ്ബേ. ഞങ്ങൾ ഒരുമിച്ചു ചേർന്ന് നിൽക്കുന്നതൊരു മഹാനായ നിന്റെ വലിയന്റെ ചാരത്താണ്. നീ അവിടുത്തെ മദദ് ഞങ്ങളിൽ ചൊരിയണേ റബ്ബേ. ദറജ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അവിവേകം വന്നു പോയെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ റബ്ബേ. മാപ്പ് ചെയ്യണേ അല്ലാഹ്. സ്വർഗത്തിൽ ഇതിനേക്കാളേറെ സന്തോഷത്തിൽ ചേർക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട്. തിരികെ നൽകാൻ ആ സ്നേഹം പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ഞങ്ങളുടെ ബന്ധങ്ങൾ നീ ബറക്കത്തുള്ളതാക്കണേ റബ്ബേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وآخر دعوانا അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും ബാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ ഉൾപ്പെടുത്തണമെന്നൊരു എളിയ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.